ആത്മജീവനത്തോടെ ചേർന്ന കർത്താവ്. യെസ്, പകലങ്ങ് ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങുന്നതിനാണ് നന്ദി. പരിശുദ്ധാത്മാവിൽ എന്തൊക്കെ ഞങ്ങളുടെ ഇടയിൽ ചെയ്യണമോ അത് മുഴുവനും ഇന്ന് പകൽ വെളിപ്പെട്ടു വരട്ടെ. സമ്പൂർണമായി ജനത്തെ, ഈ അന്തരീക്ഷത്തെ മുഴുവനും ഞാൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ദേഹം, ദേഹി, ആത്മാവിനെ സമ്പൂർണമായി ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ ആത്മമനുഷ്യനിൽ പരിശുദ്ധാത്മാവിന് ഇന്ന് ചെയ്യാൻ ആഗ്രഹമുള്ള സകല ഈ ക്ലൈമറ്റിൽ അത് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിനാണ് ഇഷ്ടം. ഈ അന്തരീക്ഷത്തെ ഞങ്ങൾ അതുപോലെ സ്വീകരിക്കും. പരിശുദ്ധാത്മാവ് തൊടാത്ത ആരും ഇതിനകത്തുണ്ടാകരുത്. ഞങ്ങളെ തൊട്ടതിനായി ഇഷ്ടം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ വീണ്ടും നിങ്ങളോട് പറയാം, അതിനേക്കാളും മുകളിലാണ് ഒരു അഭിഷക്തൻ എന്നുള്ളതാണ്. അഭിഷേകത്തെ ചുമക്കാൻ നിനക്ക് കഴിഞ്ഞാൽ നിന്റെ തലമുറ തകരാൻ ദൈവം അനുവദിക്കില്ല. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അതുകൊണ്ട് ഞാൻ ഹൃദയം തുറന്നു പറയാം, ദൈവരാജ്യത്തിന് വേണ്ടി നിന്റെ തലമുറകളെ സമർപ്പിക്കണം. ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് ഞാൻ കോൾ ചെയ്യും. ഒരു മടിയും കൂടാതെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി. അടുത്ത നിക്സൺ ആക്കണേ എന്നല്ല ഞാൻ പറയുന്നത്, കിങ്ഡത്തിനകത്ത് ആൾക്കാരെ ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ ഒരാൾ തലമുറയെ സമർപ്പിച്ചു, നമ്മൾ കൊടുത്തില്ലെന്ന് കരുതി ഇവിടെ ദൈവരാജ്യത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സംഭവിക്കാൻ പോകുന്നത് നീ നിൽക്കേണ്ടിടത്ത് റീപ്ലേസ്മെന്റുകൾ നടക്കും. നിനക്ക് പകരം അടുത്ത ആൾക്കാരെ എഴുന്നേൽപ്പിക്കും. അതുണ്ടാകരുത്. രാമൻ പറഞ്ഞാണ്. അഭിഷേകത്തിന് വില കൊടുക്കുന്നവരാകുക കേട്ടോ. ഞാനൊരു കാര്യം പറയാം, ഏത് ഉന്നത നിലയിലെത്തിയാലും അതിനേക്കാളും വിലയേറിയതാണ് ഒരു അഭിഷേകൻ. ഇന്ന് ലോകം ഭരിക്കുന്ന ഏറ്റവും വലിയ സ്ഥാനത്ത് നിങ്ങൾ എത്തിയെന്ന് പറഞ്ഞാലും അവന് മുട്ടുമടക്കുന്നത് ഒരു അഭിഷേകമുള്ളവന്റെ മുമ്പിലാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാം, തലമുറകളെ അഭിഷേകത്തിൽ ജീവിക്കാൻ പഠിപ്പിക്കുക. സ്തോത്രം പറഞ്ഞാട്ടെ, നല്ല രാമയും പറഞ്ഞാട്ടെ. അഭിഷേകത്തിൽ ജീവിക്കാൻ പഠിപ്പിക്കുക. ഞാൻ ഒരു എക്സ്പീരിയൻസും കൂടെ പറയാം. ഞാൻ ഇവിടെ വന്നിട്ട് എന്നോട് സ്ഥലം ചോദിക്കരുത്, പേര് ചോദിക്കരുത്. എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് എന്നെ കൂട്ടിക്കോ. ഇവിടെ വന്ന് ഈ രാജ്യം സംബന്ധിച്ച് ചില സ്ഥലങ്ങളിൽ ശുശ്രൂഷിക്കുകയും ദൈവരാജ്യത്തിന് വേണ്ടി നിന്നപ്പോൾ എക്സാക്ട്ലി നടന്നൊരു സംഭവം ഞാൻ പറയാം. ചില സഭകളിൽ ദൈവരാജ്യത്തിന് വേണ്ടി മിനിസ്റ്റർ ചെയ്ത് കർത്താവ് ചെയ്തപ്പോൾ തലമുറകളുടെ അകത്ത് നിന്ന് പൈശാചിക ബന്ധനങ്ങൾ അലറുന്നത് കർത്താവ് എന്നെ കാണിച്ചു. ഈ ഞാൻ വെളിപ്പാട് കണ്ട കാര്യമല്ല പറഞ്ഞത്, നടന്ന കാര്യമാണ് പറയുന്നത്. ഈ ദുരാത്മാക്കൾ ഈ ശരീരം വിട്ട് പുറത്തു വരുമ്പോൾ ഇവര് പറയുന്ന ഈ നമ്മളീ പറയുന്ന ലോക്കൽ സാധനങ്ങളൊന്നുമല്ല, ഇവരകത്ത് വ്യാപരിക്കുന്ന സ്പിരിറ്റ് രണ്ട് പദമാണ്. ഒന്ന്, ഈ UK-യുടെ കൾച്ചറിന്റെ ഒരു സ്പിരിറ്റ് ഈ വ്യക്തികളുടെ അകത്ത് വ്യാപരിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്നത് 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന പിള്ളേരുടെ കാര്യമാണ്. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. ഞാനിത് കണ്ട കാര്യമാണ് ഈ പറയുന്നത്. ഒരു ആമയും പറഞ്ഞാട്ടെ. അതുകൊണ്ട് ഹൃദയം തുറന്ന് ഞാൻ പറയാം. ഞാൻ എല്ലാ പ്രാവശ്യവും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ രാജ്യത്ത് പരിശുദ്ധാത്മാവെന്നെ അയച്ച സത്യം ഇത് ഒരു എക്സൈറ്റ്മെന്റിന്റെ പുറത്ത്, UK എന്ന് പറഞ്ഞ എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് വന്നല്ല. അതുപോലെ കർത്താവ് എന്നോട് പറഞ്ഞ് നിയോഗത്തോടാണ് വന്നത്. ബൈ ദ ഗ്രേസ് 13ാമത്തെ വയസ്സ് മുതൽ രാജ്യങ്ങൾ ട്രാവൽ ചെയ്യാൻ ദൈവം എനിക്ക് അഭിഷേകം തന്നു. അത് കർത്താവിന്റെ കൃപ. അതുകൊണ്ട് ഈ രാജ്യവും വേദി എന്നുള്ള കമ്പ് എൻ്റെ അകത്തുനിന്ന് പൊട്ടിച്ചിട്ടാണ് ദൈവം എന്നെ നിർത്തിയത്. അത് എൻ്റെ കഴിവല്ല, അത് കൃപയാണ്. നിങ്ങൾ എന്നോട് വരുന്നുണ്ടോ? ദൈവം എന്നെ അങ്ങനെ, ദൈവ കൃപയാണ്. ഇതിനപ്പുറത്ത് ആഗ്രഹമായിരുന്നു എനിക്ക്. ഇന്ന് അമേരിക്ക, നാളെ ഉഗാണ്ട, നാളെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു മൈൻഡ് സെറ്റ് പൊട്ടിച്ചേച്ചാണ് ദൈവം നിർത്തിയത്.
അതുകൊണ്ട് ഹൃദയം തുറന്ന് ഞാൻ പറയാം, ഈ രാജ്യത്ത് ദൈവം ഇറക്കിയപ്പോ പരിശുദ്ധാത്മ പറഞ്ഞു, ക്രൈസ്റ്റ് ബ്രീഡിനകത്തൊരു ജനറേഷനെ ദൈവം എഴുന്നേൽപ്പിക്കും. കൾച്ചറിനകത്ത് അഭിഷേകത്തിനെതിരെ നിൽക്കുന്ന ഒരു തലമുറയുടെ മൈൻഡ് സെറ്റ് ദൈവങ്ങളോട് പറഞ്ഞു. അത് ഈ രാജ്യം പഠിപ്പിച്ചതല്ല, അതിന്റെ പുറകിൽ കിടക്കുന്ന ഒരു സൈറ്റാനിക് സ്ട്രാറ്റജിയെ സഭ അതിനെ പുറത്തിയട്ടെ. വിശ്വസിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വായി തുറന്നോ കരം അടിച്ചോ ചേർന്ന ദൈവത്തിൽ ഒരാളെ പറയാം. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരാളെ പറഞ്ഞാൽ ഒരു തലമുറയെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പദ്ധതിയുണ്ട്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, തലമീതെ കൈവച്ച് ഇന്നലകളിൽ ഏതോ പ്രവാചകന്മാർ നിന്നോട് പറഞ്ഞ ദൂതിന്റെ നിവർത്തീകരണത്തിന് വേണ്ടി മാത്രമല്ല ഈ രാജ്യത്തിന്റെ ഡോറ് നിനക്ക് തന്നത്. ബെറ്റർ ലൈഫ് സ്റ്റൈൽ, ബെറ്റർ സാലറി, ബെറ്റർ ലൈഫ് സ്റ്റൈൽ തരാൻ മാത്രമല്ല കർത്താവ് നിന്നെ മണ്ണിൽ കൊണ്ടുവന്നത്. ഞാൻ എഴുതി തരാം, 100 വർഷങ്ങൾക്ക് പുറകിൽ ഈ മണ്ണടങ്ങി പോയ ഉണർവിനെ തിരിച്ചു പിടിക്കാൻ പരിശുദ്ധാത്മാവിന് ഒരു തലമുറ ആവശ്യമുണ്ട്. നിന്നെ ദൈവം വിടാതെ പിന്തുടരുന്നത് അതിനു വേണ്ടിയാണ്. ആ റിവൈവലിന്റെ ഒഴുക്കിനെ തിരിച്ചു പിടിക്കാൻ വിശ്വസിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ come on somebody, വായികൾ തുറന്നോ കരമടിച്ചോ ചേർന്നതിനൊരാമൻ. ചേർന്നൊരാമേ പറഞ്ഞാട്ടെ. ഊനമില്ലാത്ത തലമുറയെ ദൈവം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ, കുറവുകൾ ഉണ്ടായിരുന്നിട്ടും പരിഹരിച്ച് ദൈവം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ബെറ്റർ ലൈഫ് സ്റ്റൈൽ കൊടുക്കാൻ നിനക്ക് ദൈവം അവസരം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവരാജ്യത്തിൽ ഇതുവരെ തുറക്കാത്ത ആത്മമണ്ഡലത്തിന്റെ പോർട്ടലുകൾ തുറക്കുന്ന താക്കോലുകളായി നിന്റെ തലമുറകൾ അഭിഷേകം ചെയ്യും. ഞാനിത് നിയോഗത്തോടെ ഈ ചർച്ചിലെ തലമുറകളുടെ മീതെ ആ റിവൈവൽ മൂവിനെ തുറക്കുകയാണ്. വിശ്വസിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വായി തുറന്നൊരാമേൻ പറയണം. ശബ്ദം ഉയർത്തി രാമേ പറഞ്ഞേ. ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയാം, മാതാപിതാക്കളുടെ ആത്മാവിൽ തീ കേറാതെ തലമുറയുടെ മീതെ ദൈവശക്തി വെളിപ്പെടില്ല. മാതാപിതാക്കളുടെ ആത്മാവിൽ തീ കത്താതെ തലമുറകൾ ഉപയോഗിക്കപ്പെടുകയില്ല. ആദ്യം നിന്റെ അകത്ത് തീ കയറണം. അടുത്ത ജനറേഷനെ ദൈവരാജ്യത്തിന്റെ ആയുധമാക്കി മാറ്റാൻ വരയ്ക്കുന്നു. വിശ്വസിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വായി തുറന്നൊരാളെ പറഞ്ഞാട്ടെ. വിശ്വസിക്കാൻ പറ്റുള്ള നിങ്ങൾക്ക് എനിക്ക് തോന്നി ഇത് എനിക്ക് പറയാനുള്ള പ്രാഗൽഭ്യമുണ്ട്. എനിക്ക് പറയാനുള്ള പ്രാഗൽഭ്യമുണ്ട്. ഞാൻ മഹത്വം എടുക്കുകയല്ല. എന്റെ പ്രായത്തിൽ ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചു, എന്നെ ദൈവം നിർത്തി എന്ന എന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയാണ്, ദൈവരാജ്യത്തിന് വേണ്ടി തലമുറയെ കൊടുത്താൽ അവർ ദൈവരാജ്യത്തിന്റെ വക്താക്കളായി മാറുകയും തല കുനിയാൻ ദൈവം അവരെ അനുവദിക്കില്ല. വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ട് രാമേ പറഞ്ഞാട്ടെ. ദാഹോകത്തുണ്ടാകട്ടെ, വാഞ്ചയകത്തുണ്ടാകട്ടെ, കരയാനൊരു മനസ്സകത്തുണ്ടാകട്ടെ. നിന്റെ കുഞ്ഞുങ്ങൾ ഇനി നിന്റെ അടുത്തില്ല. അവര് ചിലപ്പം മാതൃദേശത്തായിരിക്കും, ഇനി അവര് പഠിക്കുക വേറെ സ്ഥലത്തായിരിക്കും, ഒരു പക്ഷെ ഇന്ന് വന്നിട്ടില്ലായിരിക്കും. പക്ഷെ ഇവിടെ ഇരുന്നോണ്ട് നീ ഒരു അമ്മയാണെങ്കിൽ, നീ ഒരു അപ്പനാണെങ്കിൽ, ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഇല്ല നിന്റെ ഉദരത്തിൽ ഒരു സംഭവം ഉണ്ടെങ്കിൽ കൈവച്ചോ, പ്രവചനാത്മാവിൽ വിളിച്ചു പറ, ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി ആ തലമുറകളെ ആത്മാവിൽ എറിയുകയാണ്. എനിക്കറിയില്ല, പരിശുദ്ധമ്മ ഭയങ്കരമായിട്ട് പറയാൻ പറയും. ഒരു തലമുറയുടെ എഴുന്നേൽപ്പിക്കും. ഇത് വെറും വാക്ക് പറയല്ല, പ്രസംഗത്തിന് കൊഴുപ്പ് കൂട്ടാൻ പറയുന്ന വേർഡല്ല ഇത്.
ഞാൻ അങ്ങനെ പറയുന്ന ഒരാളല്ല. ദൈവം എന്നോട് ഭയങ്കരമായി പറയുന്നു, ഒരു തലമുറയെ ദൈവം ഈ മണ്ണിൽ എഴുന്നേൽപ്പിക്കും. ഈ കോൺഷ്യസ്നസിന്റെ ആത്മമണ്ഡലത്തിൽ സ്വർഗ്ഗം ഈ ദൂതിനെ രജിസ്റ്റർ ചെയ്യുകയാണ്. ഇതിനാമേ പറഞ്ഞ് ഉറപ്പിക്കാൻ പറ്റുന്നവർ ഓയ് തുറന്നൊരാമേ. നിന്റെ അകത്ത് തീ കയറണം, നിന്റെ അകത്ത് തീ പിടിക്കണം, നിന്റെ ആത്മാവിൽ തീ പിടിക്കണം. നിന്റെ അകത്ത് തീ കയറിയാൽ നിന്റെ തലമുറയ്ക്കകത്തും ആ തീ കയറും. എനിക്കറിയില്ല, ഞാൻ ഇന്ന് സൺഡേ ഇവിടെ നിൽക്കുമ്പോ ഒരു തലമുറയെ ദൈവരാജ്യത്തിന് വേണ്ടി എഴുന്നേൽപ്പിക്കാൻ പ്രാർത്ഥിക്കാൻ ദൈവനോട് പറയുന്നു, പ്രാർത്ഥിക്കാൻ ദൈവനോട് പറയുന്നു, പ്രാർത്ഥിക്കാൻ ദൈവനോട് പറയുന്നു. എനിക്കറിയാം നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ആത്മബലമുണ്ട്, വചനം ദൈവം തുറക്കും, എനിക്കറിയാം. പക്ഷെ ഇന്ന് ഒരു ദൂതിനും വചനത്തിനും അപ്പുറത്ത് ഒരു തലമുറയുടെ മീതെ ദൈവം ഈ പകർച്ച നടത്താൻ പോകുന്നു. നിങ്ങൾ വിശ്വസിക്കുകയാണ്, എന്തിവിടുന്നോട് അപ്പനുമായി പ്രാർത്ഥിക്കണം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ചിലരുടെ നെറ്റിമീതെ പ്രവചിക്കൂ എന്ന് പറഞ്ഞ് എഴുതി കാണുന്നു. പ്രവചനം പറ. നോ, ഇന്ന് പ്രവചനം ഉണ്ട്, ദൈവം തരും. പക്ഷെ പരിശുദ്ധാത്മ ഭയങ്കരമായിട്ട് പറയുന്നു, ഇന്ന് നിന്റെ ആത്മാവിൽ കയറിയെത്തി അടുത്ത തലമുറയുടെ മീതെ ദൈവം വെക്കും. വിശ്വസിക്കുന്നവരുണ്ട്, രണ്ട് കൈ ഉയർത്തി ശബ്ദം ഉയർത്തി നല്ല രാമയെ പറഞ്ഞാട്ടെ, നല്ലപോലെ രാമയെ പറഞ്ഞാട്ടെ. ഒന്ന് വാ തുറന്ന രാമയെ പറ. ഈ തലമുറ വിടത്തില്ല. ഇതിനകത്തിരിക്കുന്നവർ ഒറ്റ തലമുറയാണ്. വഴി തെറ്റി പോകാൻ ദൈവം അനുവദിക്കില്ല. സഭ സീരിയാണ്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഈ ചന്ദ്രൻ പറയുന്നൊരു കാര്യമുണ്ട്, മാസ്റ്ററെ, അവനവന് തോന്നിയിട്ട് ദൈവരാജ്യത്തിന് വരണ്ടേ, നിർബന്ധിച്ച് ഇത് കൊടുക്കാൻ പറ്റുമോ? ഞാനൊരു കാര്യം പറയാം, അവന്റെ അകത്തൊരു നിയോഗം ഉണ്ടെന്ന് ആദ്യം ബോധ്യം ഉണ്ടാകേണ്ടത് നമുക്കാണ്, നമ്മുടെ അകത്തുണ്ടാകണം. ഈ ലോകം മൊത്തം മറിയെ കുറ്റം പറഞ്ഞു. നല്ല പച്ച മലയാളത്തിൽ ഞാൻ പറയുക, നിനക്ക് എവിടെ നിന്ന് കിട്ടിയതാണ് ഈ കൊച്ച്? മറിയയുടെ മുഖത്ത് നോക്കി പച്ചയ്ക്കാ പറഞ്ഞത്. പക്ഷേ 12ാമത്തെ വയസ്സിൽ ഈ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ കൊച്ചിനെ വീടിൻ്റെ വെളിയിൽ ഇറക്കാതെ വളർത്തുക ശരിക്കും ചെയ്യേണ്ടത്. കാരണം എപ്പോഴൊക്കെ യേശുവിനെ പുള്ളിയുടെ കൂടെ കാണുമോ അന്നൊരൊക്കെ നാട്ടുകാർ പറയുന്നത് പുറത്തു പറയാൻ പറ്റാത്ത വാക്കുകളാണ്. അപവാദം അതുപോലെ മറിയ കേട്ടത്. പക്ഷെ 12ാമത്തെ വയസ്സിൽ ആ കൊച്ചിനെ കൊണ്ട് അവള് പെരുന്നാളിന് പോയത്. നിങ്ങൾ എന്നോട് വരുന്നുണ്ടോ? 12ാമത്തെ വയസ്സിൽ പെരുന്നാളിന് പോയത്. ഈ ചങ്കൂറ്റി എവിടുന്ന് കിട്ടി? മറിയയുടെ മറുപടി, ദൂതൻ ഇറങ്ങി എന്റെ മുമ്പിലാണ്. ദൂത് കേട്ടത് ഞാനാണ്, എന്നോടാണ് ദൂതൻ പറഞ്ഞത്. കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. നിന്റെ തലമുറയെ നോക്കി ഒരു ദൂത് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദൂതിനെ ഗർഭം ധരിക്കാനുള്ള ഒരു ആത്മീക മനോഭാവം നമുക്കുണ്ടാകണം. ഒരു സ്വന്തം പറഞ്ഞാണ്, അല്ല രാമേ പറഞ്ഞാണ്. ഈ തീ അകത്തു നിന്ന് അടുത്ത ജനറേഷനിൽ കയറട്ടെ. ഈ തീ അടുത്ത ജനറേഷനിൽ കയറട്ടെ. യേശുവിന്റെ നാമത്തിൽ എന്നെ അഭിഷേകം ചെയ്ത ആ ആത്മതലം ഇതിനകത്ത് തലമുറകളുടെ വീതം തുറക്കട്ടെ. ഈ ജനറേഷന്റെ വീതം ഇപ്പോൾ ആ ദൈവശക്തിയുടെ ഇംപാർട്ടേഷൻ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മൾ പ്രാർത്ഥിക്കും, ഈ ഒരു പകർച്ചയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. നിങ്ങളുടെ തലമുറകൾ അടുത്തുണ്ടെങ്കിൽ അവരെ കൈവച്ച് നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചോളാം. നല്ലൊരാമയെ പറഞ്ഞാട്ടെ. കർത്താവ് അത് ചെയ്യാൻ പോവാണ്. ഒറ്റ മിനിറ്റ്. യേശുവിൻ നാമത്തിൽ ഞാൻ ഈ നിയോഗത്തിൽ പ്രാർത്ഥിക്കുക. ഇതിനകത്തുനിന്ന് യങ്സ്റ്റേഴ്സ് എഴുന്നേറ്റ് വരട്ടെ, ടീനേജേഴ്സ് എഴുന്നേറ്റ് വരട്ടെ. യൂത്ത് ഫെലോഷിപ്പ് പോലെ തന്നെ ടീനേജേഴ്സിന്റെ ഫെലോഷിപ്പ് ഉണ്ടാവട്ടെ. ഞാൻ അങ്ങനെ വിളിക്കുകയാണ്. ഇതിനകത്തിരിക്കുന്നതിൽ പ്രവാചക വിളിയുള്ള സകലരുടെ മീതെയും അപ്പോസ്തലിക വിളിയുള്ള
പരിശുദ്ധാത്മാവിന്റെ ആത്മാവ് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ പറ്റുന്നവരെ പ്രാർത്ഥിച്ചോണേ. തലമുറകളെ തൊടാൻ പറ്റുന്നവർ തൊട്ടോണേ. നിങ്ങൾക്ക് തൊടാൻ പറ്റുകയാണെ പോയി തൊടുക. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെയും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെ വായിൽ ബലം നിയമിച്ചിരിക്കുന്നു. ഈ വചനത്താൽ ഞാൻ ഇവരെ നിയോഗത്തിലേക്ക് തിരികെ വിളിക്കുന്നു. കൈമറ്റ് മാറി ഈ ചർച്ചിന്റെ കൈമറ്റ് മാറി. നിയോഗത്തെ തുറന്ന ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. വചനം ജീവനാകട്ടെ. ഈ വേർഡ് ഇവരെ തൊടട്ടെ. ഇന്നു മുതൽ ഇവരുടെ ലൈഫ് മാറട്ടെ. സ്വപ്നങ്ങൾ ഈ കുഞ്ഞുങ്ങൾ കാണട്ടെ. ദർശനങ്ങൾ കാണട്ടെ. യേശുക്രിസ്തുവുമായിട്ടുള്ള എൻകൗണ്ടർ ഉണ്ടാകട്ടെ. ഇവരുടെ രാവും പകലും പരിശുദ്ധാത്മാവായിട്ട് ഇവർ ചേർന്ന് നടക്കട്ടെ. ഇവരുടെ ക്യാരക്ടറിനെ പിടിക്കുന്ന യുക്തിയുടെ സ്പിരിച്വൽ കൾച്ചർ എന്ന നിലത്ത് വ്യാപരിക്കുന്ന പൈശാചിക സീഡുകളെ ഞാൻ ആത്മാവിൽ നിർവീര്യമാക്കുന്നു. ആത്മയുദ്ധത്തിന്റെ വെപ്പൺസായി ഇവർ മാറട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ കരവാടിച്ച ദൈവത്തിന് ചേർന്ന രാമേ. വിശ്വസിക്കുന്നവരുണ്ട്, നല്ലൊരാമേ പറ. നിങ്ങളുടെ തലമുറകളിൽ ഈ സ്വപ്നങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ അവരെ വീക്ഷിക്കണം. മിണ്ടുന്നില്ല. ഒരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞാൽ ഓ എന്തേലും കണ്ടായിരിക്കുമെന്നല്ല. നിന്റെ കണ്ണു തുറക്കാൻ ആദ്യം ഒന്ന് പ്രാർത്ഥിക്കുക. സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഒരു ദൂതിലേക്ക് പെട്ടെന്ന് നമ്മൾ ഒന്നിച്ചു പോവാണ്. അപ്പൊ അതിനൊന്നെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവ് എന്നോട് ഒരു സീസണിൽ പറയുന്ന ഒരു ദൈവശബ്ദമാണ്. എനിക്ക് വാസ്തവത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിൻ്റെ അഭിഷേകം പറഞ്ഞ പോലെ ആ 3 ടോപ്പിക്കുകൾ ഒന്ന് തുറണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഇന്ന് പകല് ഈ ഒരു ക്ലൈമറ്റ് മനസ്സിലാക്കി ഞാനൊന്ന് മുന്നോട്ട് പോവുകയാണ്. പത്രോസിൻ്റെ ലേഖനത്തിലോട്ട് നമുക്ക് ഒന്നിച്ചു വരാം. 1-ാം അധ്യായം തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. 1 പത്രോസ്, 1 Peter chapter 1 verse 18 and 19, 18-19 വാക്യം. നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വായി തുറന്നു രാമയും പറഞ്ഞാട്ടെ. ഈ വാക്ക് എന്റെ കൂടെ എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ. യേശുവിന്റെ രക്തത്താൽ, നല്ലപോലെ പറ, യേശുവിന്റെ രക്തത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. പെടാൻ സാധ്യതയുണ്ടെന്നല്ല, പെടുവായിരിക്കുമെന്നല്ല, ഞാൻ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. ഒന്നുകൂടെ പറ, യേശുവിന്റെ രക്തം. ശബ്ദകർത്തി പറ, യേശുവിന്റെ രക്തം. ഒരു പ്രധാനപ്പെട്ട ദൂതിലേക്ക് പോവാണ്. എനിക്ക് തന്നിരിക്കുന്ന സമയം എനിക്കറിയാം. അതിനകത്ത് ഈ ദൂത് നിങ്ങളുടെ ഉള്ളിൽ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ശ്രമം. എൻ്റെ കൂടെ നിങ്ങൾ വരണം. ഒരാമയും പറഞ്ഞാട്ടെ. സ്തോത്രം. നമുക്കൊരു ഓൺലൈറ്റ് അടിക്കണം, എന്നാലും പരിപാടി നടക്കത്തുള്ളൂ. എനിവേ മുന്നോട്ട് പോവാം. പത്രോസ്ലീഹ അതിശക്തമായി പുതിയ നിയമസഭയോട് ഒരു അസാധാരണ ആത്മീക നിയോഗത്തോടെ താൻ എഴുതുകയാണ്. പത്രോസ്ലീഹ ലേഖനം എഴുതാൻ തുടങ്ങുന്നതിൻ്റെ പുറകിലുള്ള ഒരു വലിയ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. നീറോ ചക്രവർത്തിയുടെ കാലത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ ഉണ്ടാകുന്ന ഒരു വലിയ അപാരമായിട്ടുള്ള ഫൈറ്റ് ഉണ്ടായി. കൂട്ടമായി തന്നെ ജനത്തെ പീഡിപ്പിക്കപ്പെടുകയും ദൈവസഭ ചിതറിപ്പോവുകയും ചെയ്ത അപകടങ്ങളും ആപത്തുകളും ഉണ്ടായി. കൂട്ടമായ രക്തസാക്ഷിത്വം സഭയ്ക്കകത്ത് നടന്ന ഒരു ദുഷ്കരമായ കാലഘട്ടം. പലരും പല സ്ഥലങ്ങളിൽ ചിതറിപ്പോയി. ദൈവരാജ്യം സംബന്ധിച്ച് കുടുംബം നഷ്ടപ്പെട്ട്, അപ്പനമ്മമാർ നഷ്ടപ്പെട്ട്, അവയവങ്ങൾ നഷ്ടപ്പെട്ട്, മക്കളെ നഷ്ടപ്പെട്ട്, ഇങ്ങനെ
പരാജയപ്പെട്ടു തുടങ്ങിയ ഒരു ജനറേഷന്റെ ഇടയിൽ ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാരെ ക്രിസ്തുവിൽ ഉറപ്പിച്ചു നിർത്താൻ, അവരുടെ ഉള്ളിൽ ഒരു ബലം നൽകാൻ നിയോഗത്തോടെ പത്രോസ്ലീഹ ദൈവസഭയോട് ലേഖനത്തിലൂടെ സംസാരിക്കുകയാണ്. ഒരു പ്രസംഗം പറയാൻ പറ്റത്തില്ല, കാരണം സകലരും ചിതറിപ്പാർത്തിരിക്കുന്നു. കാട്ടിലാണ്, പലരും ഒളിവിലാണ്, അപ്പോസ്തലന്മാർ പലരും ജയിലിലാണ്. ഇങ്ങനെ കിടക്കുമ്പോൾ തൂലികയിലൂടെ ഈ ദൂതുകൾ അവരുടെ അകത്തെത്തിക്കാൻ നിയോഗത്തോടെ പത്രോസ് എഴുതുകയാണ്. ഈ ദൂതിന്റെ ഒരു പ്രധാന കണ്ടന്റ് ഇത്രയുള്ളൂ: യേശുക്രിസ്തുവിന്റെ നാമം മുഖാന്തരം അപമാനിക്കപ്പെടുകയോ തകർച്ച അനുഭവിക്കുകയോ ഒരുവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവ മഹത്വത്തിന് കാരണമായി തീരും. അതിന്റെ പ്രധാന കണ്ടന്റ് ഇത്രയുള്ളൂ: കഷ്ടതയിൽ വെളിപ്പെടുന്ന ദൈവമഹത്വം. വായി തുറന്ന് രാമയും പറഞ്ഞാട്ടെ. എന്റെ കൂടെ നിങ്ങൾ വരണം. ഈ സൂപ്പർ എക്സ്പ്രസ് പോകുന്ന പോലെയാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ വന്നേ പറ്റൂ, കാരണം ഈ ദൂത് നിങ്ങളുടെ അകത്ത് എനിക്ക് തുറക്കാൻ വളരെ ആഗ്രഹമുണ്ട്. സ്തോത്രം. വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം. പ്രധാനപ്പെട്ട ആശയം ഇതാണ്. ഇത്രയേ ഉള്ളൂ പ്രധാനപ്പെട്ട ദൂതിന്റെ കണ്ടന്റ് ഇതാണ്: അവന്റെ നാമത്തിൽ കഷ്ടത അനുഭവിച്ചാൽ പ്രത്യാശ ദൈവത്തിന്റെ മഹത്വമാണ്. വിശ്വാസത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നവർ, വീട്ടുകാരാൽ അപകടങ്ങൾ, ആപത്തുകൾ, വേദനകൾ ദേശത്തിൽ നിന്ന് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ഈ ദൂത് പറഞ്ഞു നിർത്താം: നിങ്ങളെ ദൈവം മഹത്വമാക്കുന്ന ഒരു സമയം വരുന്നു. പത്രോസ് ലേഖനം എഴുതുകയാണ്. ഈ ലേഖനത്തിനകത്തൂടെ പത്രോസ് പറഞ്ഞു കൊണ്ടുവരുന്നത് ആദ്യത്തെ 1-2 വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ പത്രോസ് പറയുന്നത് നമുക്ക് വേണ്ടി ഒരു വലിയ കരുതല് ദൈവം വെച്ചിട്ടുണ്ട്. 4-ാമത്തെ വാക്യവും 5-ാമത്തെ വാക്യവും ഒക്കെ അങ്ങനെ അന്ത്യകാലത്തിൽ വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഒന്നുമില്ലാത്ത. ശ്രദ്ധിക്കുക, ആദ്യത്തെ വാക്യങ്ങൾക്കകത്ത് പത്രോസ് പറയാണ്: മക്കളെ പേടിക്കണ്ടടാ, ഭാരപ്പെടണ്ട. ഇവിടെ കഷ്ടത അനുഭവിച്ചാൽ പ്രതിഫലം എവിടെയുണ്ട്? ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. വാട്ടമില്ലാത്ത, ക്ഷയമില്ലാത്ത, മാലിന്യമില്ലാത്ത ഒരു കരുതൽ എവിടെയുണ്ട്? നിങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് പത്രോസ് പറയുന്ന ദൂതിതാണ്, ദൂതിന്റെ കണ്ടന്റ് ഇതാണ്: ആകയാൽ നാം വിളിക്കപ്പെട്ടവർ അല്ല. ആ വാക്ക് നിങ്ങൾ നല്ല പോലെ കേൾക്കുക. നാം വിളിക്കപ്പെട്ടവരല്ല, മറിച്ച് നാം ഇതിനു വേണ്ടി ജനിക്കപ്പെട്ടവരാണ്. നിങ്ങൾ എന്റെ കൂടെ വരുന്നില്ലല്ലോ, നിങ്ങൾ എന്റെ കൂടെ വരുന്നില്ലല്ലോ. ഞാൻ വീണ്ടും ജനനത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത്. അവൻ നമ്മെ ഇതിനു വേണ്ടി വിളിച്ചു എന്ന വാക്കല്ല, അവൻ നമ്മെ ഇതിനു വേണ്ടി ജനിപ്പിച്ചിരിക്കുന്നു. എന്റെ ജനനം തന്നെ ഇതിനു വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ശബ്ദം ഉയർത്തി രാമേ പറഞ്ഞാട്ടെ. ഇതൊരു സാധാരണ പദമല്ല, അവൻ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. ഈ ദൂത് പത്രോസ് സ്വർഗത്തിലെ ആശ്വാസവും സ്വർഗത്തിലെ നിക്ഷേപത്തെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് തന്റെ എഴുത്തിനകത്ത് കയറി. എന്നിട്ട് ദൈവാത്മ പറഞ്ഞു: എടാ, ഇവിടെ അടികൊള്ളുന്നവരും ഇവിടെ ഒറ്റപ്പെടുന്നവരും ഇവിടെ വേദന സഹിക്കുന്നവരും സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടെന്ന് പറയുന്നത് സത്യമാണ്. പക്ഷേ അവരോട് പറയേണ്ടുന്ന ദൂത്, ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ അവരെ ദൈവം എന്തായിട്ടാണ് കണ്ടിരിക്കുന്നത്, ദൈവം അവരെ എങ്ങനെയാണ് കാണുന്നത്. നാളെ റിസൾട്ട് ഉണ്ടെന്ന് പറയുന്നതിനേക്കാൾ ഇന്ന് ദൈവം നിന്നെ എങ്ങനെ കാണുന്നു എന്നുള്ളൊരു ബോധ്യം ഇവരുടെ അകത്തുണ്ടാക്കണം. ഈ ബോധ്യം ഇവരുടെ ആത്മാവിൽ പകരാൻ പരിശുദ്ധാത്മാവ് പത്രോസിലൂടെ എഴുതിപ്പിക്കുന്ന ദൂതാണ്: എന്താണ് നിങ്ങൾ, നിങ്ങളെ എന്തിനായി കണ്ടിരിക്കുന്നു. ആ ദൂത് അയാൾ പറഞ്ഞു തുടങ്ങുകയാണ്. 18-ാമത്തെ വാക്യം ഇതാണ്. 18-ാമത്തെ വാക്യത്തിനകത്ത് അവൻ സ്തോത്രം വളരെ കൃത്യമായി പരിശുദ്ധാത്മ പറയുന്നു: വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല. ഒന്ന് ചേർന്ന് വായിച്ചോ: ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ, വായി തുറന്നു പറ, കുഞ്ഞാടിന്റെ. സ്തോത്രം പറഞ്ഞാട്ടെ. ഇതൊന്ന് ചേർന്ന് പറയണം കേട്ടോ. ഒരു വചനം നമ്മൾ പറയുമ്പോൾ അതിനോടൊപ്പം ഒന്ന് ചേർന്ന് പറയണം. ധൈര്യമുണ്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇരിക്കരുത്. നിങ്ങളെ പറയിപ്പിച്ചിട്ട് അടങ്ങുമെന്ന് ഞാനും ഒന്ന് വാശി പിടിക്കും. അതുകൊണ്ട് അങ്ങനെ വരരുത്. ഇതിനെ നിങ്ങളൊന്ന് ആത്മാവിൽ റിസീവ് ചെയ്യണം. നിങ്ങളത് പറയുമ്പോൾ നിങ്ങൾക്കാണ് ആ ഡെലിവറൻസ് ഉണ്ടാകുന്നത്. വായി തുറന്നു പറ, ഞാൻ അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. 3 ചോദ്യങ്ങൾക്കുള്ള ആൻസർ നൽകി നമ്മൾ ഇന്നത്തെ ദൂത് വേഗത്തിൽ അവസാനിപ്പിക്കാം. യേശുവിന്റെ രക്തവും പത്രോസും തമ്മിലുള്ള ആത്മബന്ധം എന്താണ്? ഇതാണ് 1-ാമത്തെ ചോദ്യം. കാരണം ഈ ദൂത് എഴുതിയത് പത്രോസാണ്. പത്രോസും യേശുവിന്റെ രക്തവും തമ്മിലുള്ള ആത്മബന്ധം എന്താണ്? 2-ാമത്തത്, യേശുവിന്റെ രക്തം നമ്മിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്താണ്?
നിങ്ങൾ എന്നെ കൊണ്ടിരുന്നുണ്ടോ? എന്റെ കൂടെ വരുന്നുണ്ടോ? യേശുവിന്റെ രക്തം നമ്മളിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്താണ്? 3, യേശു ക്രിസ്തുവിന്റെ രക്തമെന്ന ദൈവ മർമ്മം. ഈ 3 പദങ്ങൾ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഈ 3ാമത്തെ ഏരിയയിലോട്ട് നമുക്കിന്ന് പോകാനില്ല. ആ ലൈനിലുള്ള ബസ്സിൽ അവനെ നിർത്തിയേക്കുകയാണ്. ആദ്യത്തെ 2 കാര്യം മാത്രം ഒന്ന് തൊട്ട് നമ്മൾ മുന്നോട്ട് പോകാം. യേശുവിന്റെ രക്തവും പത്രോസും തമ്മിലുള്ള ദൈവബന്ധം. ഈ ദൈവബന്ധത്തെ ഒന്ന് തുറക്കണമെങ്കിൽ യേശുവിന്റെ രക്തവും പത്രോസും തമ്മിലുള്ള ദൈവബന്ധം ആദ്യമായിട്ട് നടക്കുന്നത് പെസഹ കുഞ്ഞാടിനെ അറക്കപ്പെടുമ്പോഴാണ്. നിങ്ങൾക്ക് ഈ സംഭവം അറിയാമല്ലോ, വിശദീകരിക്കേണ്ട. കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന ഒരു ഭാഗമാണ് പെസഹ കുഞ്ഞാടിന്. ഞാനത് പറയാൻ നിന്നാൽ ഒത്തിരി പറയാനുണ്ട്. പെസഹ കുഞ്ഞാടിനെ അറക്കപ്പെടുന്നു. അതിൻ്റെ ഒരു സിറ്റുവേഷൻ ഭയങ്കരമാണ്. കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ നിങ്ങൾ പോകണം. അവിടെ ചെല്ലുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ വരും. അയാൾ പോകുന്നത് പോലെ അയാളുടെ പിന്നാലെ നിങ്ങൾ പോകണം. അയാൾ ഒരു വീട്ടിൽ ചെല്ലും. വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടുടമസ്ഥൻ അവിടെ കാണും. ആ വീട്ടുടമസ്ഥനോട് ചോദിക്കണം, ഗുരു ചോദിക്കുന്നു, എവിടെയാണ് പെസഹായ്ക്ക് ഒരുക്കേണ്ടുന്നത്? ഉടനെ അയാൾ നിങ്ങൾക്ക് വേണ്ടി വിരിച്ചൊരുക്കിയൊരു വൻമാളിക കാണിച്ചു തരും. ഈ ഭാഗമൊക്കെ നിങ്ങൾക്ക് കാണാൻ പാടുവാ. എന്തുകൊണ്ട് കർത്താവ് ഇങ്ങനെ കൊണ്ടുപോയി എന്ന് ചോദിച്ചാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ. കർത്താവ് പറയാൻ പോകുന്ന ദൂതുകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം പ്രാധാന്യം ദൂത് പറയുന്ന അന്തരീക്ഷങ്ങൾക്കുണ്ട്. പടകിൽ വെച്ച് പറഞ്ഞതല്ല യേശു മാളികാമുറിക്കകത്ത് വെച്ച് പറഞ്ഞത്. മാളികാമുറിക്കകത്ത് വെച്ച് പറഞ്ഞതല്ല യേശു ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞത്. അന്തരീക്ഷത്തിന് പ്രാധാന്യമുണ്ട്. നിന്നോട് ദൈവം സംസാരിക്കണമെങ്കിൽ അന്തരീക്ഷം നീ ഒരുക്കണം, ക്ലൈമറ്റ് ഒരുക്കണം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അന്തരീക്ഷത്തെ തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയണം. കർത്താവ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അർത്ഥം ഇത്രയേ ഉള്ളൂ. താൻ മാളികാമുറിക്കകത്ത് വെച്ച് ശിഷ്യന്മാരോട് പറയാൻ പോകുന്ന ദൂതിന്റെ ആഴം അവർക്ക് മനസ്സിലാകണമെങ്കിൽ അവർ ഈ വഴിയെ സഞ്ചരിക്കണം. അതാണ് അതിന്റെ അർത്ഥം. മാളികാമുറിക്കകത്തുള്ള ദൂത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അവർ ഈ വഴിയെ സഞ്ചരിക്കണം. ഇതാണ് ട്രാക്ക്. സഞ്ചരിച്ചു മാളികാമുറിക്കകത്ത് ചെല്ലുമ്പോൾ കർത്താവ് അവരുടെ മുമ്പിൽ തുറക്കുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ രക്തമാണ്. വായുകൾ തുറന്ന് ആമേൻ പറഞ്ഞാൽ നല്ലൊരു സ്തോത്രം പറഞ്ഞാൽ. എനിവേ, കർത്താവ് ദൈവബന്ധത്തിന്റെ ആഴം പത്രോസിന് മുമ്പിൽ തുറക്കുക. ആഴമായൊരു ദൂതാണ് ദൈവാമ്മ പറയുന്നത്. ആത്മാവിൽ ബലപ്പെടുത്തുക. പത്രോസിനോട് പറയുന്നു, മോനെ, എന്റെ രക്തത്തിന്റെ കൂട്ടായ്മയ്ക്കകത്ത് നിങ്ങൾ പ്രവേശിക്കും. ഇതൊരു ചെറിയ കാര്യമല്ല കേട്ടോ. സ്തോത്രം പറഞ്ഞാട്ടെ. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ അനുഭവിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ ഇന്ന് സ്വാഗതം ചെയ്യുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങണം. ഇന്നിവിടെ കർത്താവിന്റെ മേശയില്ല, പക്ഷേ അടുത്തൊരവസരം കിട്ടുമ്പോൾ ഈ നിസ്സാര കാര്യം പറഞ്ഞ് ഇതിനകത്തൊന്ന് പുറകോട്ട് പോകുന്ന എല്ലാ അച്ചാച്ചന്മാരോടും എല്ലാ അമ്മാമ്മമാരോടും ഞാൻ ഹൃദയം തുറന്ന് പറയാം, എൻ്റെ പൊന്നു ദൈവമക്കളെ, നമുക്കൊരു മൂടുള്ളപ്പം നമുക്ക് തോന്നുന്ന പോലെ ചെയ്യാനുള്ളൊരു സാധനമല്ല. ഇന്ന് കർത്തമേശയിലോട്ട് കഴിഞ്ഞിട്ട് ഒരു മൂടില്ലായിരുന്നു. സ്തോത്രം. അങ്ങനെ ചെയ്യരുത്. കാരണം അത് വിശുദ്ധമാണ്. ഒരു സ്തോത്രം പറഞ്ഞാണ്. എനിവേ, ഞാൻ ആ ഭാഗം പറഞ്ഞു വിടുകയാണ്. 3 ദൈവബന്ധത്തിന്റെ സ്റ്റെപ്സാണ് പരിശുദ്ധാത്മ പഠിപ്പിക്കുന്നത്. പട്ടണത്തിനകത്തൂടെ വീട്ടിലേക്ക്, വീടിനകത്തൂടെ മാളികാമുറിക്കകത്തേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോവുക. 3 സ്റ്റെപ്സാണ് ദൈവാത്മ പഠിപ്പിക്കുന്നത്. പട്ടണം ഒരു രാജാവിന് തുല്യമാണ്. വീട് ഒരു പിതാവിന്റെ ബന്ധത്തിന് തുല്യമാണ്. മാളികാമുറിക്കകത്ത് ബന്ധം മാറി. മാളികാമുറിക്കകത്ത് വീടല്ല, രാജാവുമല്ല, മാളികാമുറിക്കകത്ത് ഏക ശരീരമാണ്. ഇതാണ് ആ ദൂത്. നിങ്ങൾക്ക് നല്ലപോലെ അറിയാമല്ലോ. പട്ടണം ഒരു തലമുറയ്ക്ക് ഞാൻ രാജാവായിരുന്നു എന്നുള്ളതിന്റെ നിഴലാണ്. വീട് അപ്പൻ എന്നുള്ള ബന്ധത്തെ കാണിക്കുകയാണ്. മാളികാമുറിക്കകത്ത് അപ്പൻ എന്ന ബന്ധത്തിന് മുകളിലാണ് ആ ദൂത്. ഏക ശരീരം, ഏക ശരീരം. എനിവേ, യേശുവിന്റെ രക്തവും പത്രോസും തമ്മിലുള്ള ബന്ധം, ഇത് യേശു കർത്താവ് ചെയ്യുന്നത് വാസ്തവത്തിൽ കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇതിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഭാഗം പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഈ കർത്തൃമേശയോട് ബന്ധപ്പെട്ട് വാക്യമൊക്കെ കാണാതെ അറിയാമല്ലോ. അതുകൊണ്ട് വിശദീകരിക്കണ്ട. പൗലോസ് പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. നമ്മൾ ഇവത്തെ ഭാഗവാക്കായില്ലേലും ഈ വാക്യം കാണാൻ പാടമാണ് അല്ലേ? അത് പറയുമ്പം ഒരു പ്രത്യേക ശൈലിയാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. അതൊരു മാത്രം ഒരു ശൈലി. അത് ഏതാത്മാവാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എനിവേ, ഞാൻ പറഞ്ഞൊക്കെ വിടുക. അപ്പം ഈ വാക്കിലൊക്കെ ഇവിടെ പറഞ്ഞു വരുമ്പോൾ ഈ അപ്പം എടുത്ത് കർത്താവ് ശിഷ്യന്മാർക്ക് സ്തോത്രം ചൊല്ലി നുറുക്കുമ്പോൾ പറയുന്നൊരു വാക്കിനാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യും, ഓർമ്മയ്ക്കായി ചെയ്യും. ഇത് ഇവിടെ നല്ലപോലെ എഴുതി വെച്ചിട്ടുണ്ട്. സ്തോത്രം. അവന്റെ റിമംബറൻസ്, അവന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. എല്ലാ കർത്തൃമേശന് മുമ്പിലും അവിടെ എഴുതി വെക്കുന്ന വാക്യാണ്, ഓർമ്മയ്ക്കായി ചെയ്യും. 2 ചോദ്യമാണ് ഇതിനകത്ത് പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്. ഒന്ന്, ഡിവൈൻ
ഫീസ്റ്റ് എന്നൊരു വെളിപ്പാട് അതിനകത്തുണ്ട്. അതൊരു പ്രധാനപ്പെട്ട പോർഷനാണ്. 2 ഓർമ്മയ്ക്കായി ചെവി. എന്തിന്റെ ഓർമ്മയാണ് കർത്താവിന്റെ മേശ? നിങ്ങൾ ശ്രദ്ധിക്കുക, കർത്താവിന്റെ മേശ എന്നുള്ളത് യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ വെളിപ്പാടാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. ഓർമ്മയ്ക്കായി ചെയ്യുക എന്ന് പറഞ്ഞാൽ അപ്പം നുറുക്കുന്നത് തകർക്കപ്പെട്ട ശരീരം. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? സൺഡേ സ്കൂളുണ്ട്, നിങ്ങൾ പഠിക്കുന്നത്. എന്നാലും ഇത് കേട്ടേ പറ്റൂ. സ്തോത്രം, ഒന്ന് കേട്ടേ പറ്റൂ, ഒന്ന് കൂടെ വരണേ. ശരീരം എന്നുള്ളതിന്റെ നിഴലാണ് അപ്പം. അപ്പം നുറുക്കുന്നത് തകർക്കപ്പെട്ട ശരീരം, ചൊരിയപ്പെട്ട രക്തത്തിന്റെ ഓർമ്മയാണ് പാനപാത്രം. ഇത് മേശയിങ്കൽ വരുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ഓർമ്മയെന്നല്ല അതിന്റെ അർത്ഥം. ആ വാക്കിന്റെ അർത്ഥം ക്രൂശിതന്റെ ഓർമ്മയാണ്. തകർക്കപ്പെട്ട ക്രൂശിലെ യാഗത്തിന്റെ ഓർമ്മയാണ് വെളിപ്പെടുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്റെ ചോദ്യം, ഒരു കാര്യം ഓർമ്മയ്ക്കായി ചെയ്യുന്നത് സംഭവത്തിന് മുൻപാണോ സംഭവത്തിന് ശേഷമാണോ? സംഭവത്തിന് ശേഷം നടത്തുമ്പോഴാണ് അതെന്താകുന്നത്? ഓർമ്മയാണ്. ഇപ്പൊ ഞാൻ എപ്പോഴും പറയും 1946 അല്ലേ, എപ്പോഴാണ്? 1907 47 ഓഗസ്റ്റ് 15 അർദ്ധരാത്രി. ഈ ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ ഡേറ്റ് പറയുമ്പോഴേ നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് ഇന്ത്യക്കാരാണെങ്കിൽ ഓർമ്മ വരുന്ന ഒരു സംഭവം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമാണ്. 47 നടന്നൊരു സംഭവം 25 നമ്മൾ ഓഗസ്റ്റ് എത്തുമ്പോൾ ഓർക്കുന്നു. അതിന്റെ കാര്യം എന്താണ്? നടന്ന സംഭവത്തിന്റെ ഓർമ്മയാണ്. അന്ന് ഭാരതത്തിന് വേണ്ടി ഒരു പ്രാർത്ഥനയും ഒരു കൊടിയുയർത്തലും ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മുടെ ഭാരതീയനം എഴുന്നേക്ക്, രക്തം ജയം. സ്തോത്രം, അനുഗ്രഹിക്കട്ടെ. എനിവേ, അന്ന് ആ ദിവസം എന്ന് പറഞ്ഞാൽ 47 നടന്ന സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മയാണിത്. അപ്പോൾ ഓർമ്മയ്ക്കൊരു കാര്യം നടത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സംഭവാനന്തരമാണ്. ഇന്നലെ കർത്താവിന്റെ അഭിഷക്തന്റെ ജന്മദിവസം അല്ലേ? താൻ ജനിച്ചല്ലേ? സ്തോത്രം. ഇയർ ഞാൻ ചോദിക്കുന്നില്ല, എന്തിനാ വെറുതെ സ്തോത്രം ചെയ്യുന്നത്. എന്താണേലും സംഭവം നടന്നു. ജൂൺ 28 നമ്മളെല്ലാം ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞതിന്റെ അർത്ഥം എത്രയോ വർഷങ്ങൾക്ക് പുറകിൽ, 38 വർഷങ്ങൾക്ക് പുറകിൽ നടന്ന ആ ദിവസത്തിന്റെ ഓർമ്മ. അങ്ങനാണെങ്കിൽ ഓർമ്മയ്ക്കായിട്ടാണ് കർത്താവിന്റെ മേശ അപ്പം നുറുക്കിയത്, പാനപാത്രം ചൊരിഞ്ഞത് എങ്കിൽ ഇത് വാസ്തവത്തിൽ നടത്തേണ്ടത് ക്രൂശീകരണത്തിന് ശേഷമാണ്. ക്രൂശീകരണത്തിന് ശേഷം നടത്തുമ്പോഴാണ് ഇത് കുറച്ചും കൂടെ വാക്കുകൾക്ക് ഉറപ്പ് വരുന്നത്. പക്ഷെ കർത്താവ് നിർബന്ധം പറഞ്ഞു, ഞാൻ ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് ഇതെന്റെ ഓർമ്മയ്ക്കായി നടത്തണം. എന്തുകൊണ്ട്? ശേഷം നടത്താനുള്ളത് യേശു മുന്നമേ നടത്തി. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഒരാമയും പറഞ്ഞാട്ടെ. എങ്ങും പോയിട്ടില്ലല്ലോ, സന്തോഷമാണ്. ഒന്ന് ചിരിച്ചോണ്ട് സ്തോത്രം പറഞ്ഞാട്ടെ. ഒന്ന് ചിരിച്ച്. ഞാൻ ചിലരെ ഉദ്ദേശിച്ച് തന്നെയാണ് ഈ പറയുന്നത്. എല്ലാവരും ഒന്ന് ചിരിച്ചാട്ടെ. ഒന്ന് ചിരിച്ചാൽ നിങ്ങൾ ഈ സന്തോഷമുള്ള മുഖം കാണുമ്പോൾ എനിക്ക് ഒരു സന്തോഷമാണ്. എന്താണേലും ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണാനുള്ള സാധ്യത ഇല്ല. അതുകൊണ്ട് സന്തോഷത്തോടെ പോകണം. ഒരാമയും പറഞ്ഞാട്ടെ. ഫൈൻ, സന്തോഷത്തോടെ ഇരിക്കുക. കർത്താവ് സഹായിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. അപ്പോൾ ശേഷം നടത്താനുള്ളത് മുന്നമേ നടത്തി. എന്തുകൊണ്ട് ശേഷം നടത്തിയില്ല? ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, ശേഷം നടത്താത്തതിന്റെ കാര്യം സമയമില്ലാത്തോണ്ടാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം 40 ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഭൂമിയിൽ പാർത്തു, ശിഷ്യന്മാർക്കൊപ്പം ഇരുന്നു. എന്തിന്? ഭക്ഷണം കഴിച്ചു അല്ലേ? ശിഷ്യന്മാര് കാണെ അവൻ ഭക്ഷണം കഴിച്ചു എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ സമയമില്ലാത്തോണ്ടല്ല. ഇനി ആള് തികയാത്തോണ്ടാണെന്ന് വെച്ചാൽ അന്നും യൂദ ഇല്ല, ഇപ്പോഴും യൂദ ഇല്ല. അപ്പൊ പിന്നെ അതൊരു വിഷയമല്ല. ഇനി സ്ഥലമാണ് പ്രശ്നമെങ്കിൽ അന്നത്തെ മാളിക മുറി പിന്നീടുമുണ്ട്. സോ ഇതിന്റെ പുറകിൽ എന്തോ ദൈവാത്മാവിന് ഒരു ദൈവമർമ്മത്തെ സൂക്ഷിക്കാനുണ്ട്. ഇത് പറഞ്ഞ് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്റെ കൂടെ ഉണ്ടേ ഒരു ആമയും പറഞ്ഞാട്ടെ. വളരെ സിമ്പിളായിട്ട് ഈ വേർഡൊന്ന് നിങ്ങളുടെ അകത്ത് കൊണ്ടുവരണം. ഇത് എന്താണ് ആ ദൈവമർമ്മം എന്നറിയണമെങ്കിൽ യേശുവിൻ്റെ രക്തം നമുക്ക് കൊണ്ടുവരുന്ന വിടുതൽ എന്തെന്നറിയണം. ആ വിടുതൽ അറിഞ്ഞാലേ എന്തുകൊണ്ട് അത് മുന്നമേ ചെയ്തു എന്ന് നമുക്കറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, യേശുവിൻ്റെ രക്തം നമുക്കുണ്ടാക്കിയ വിടുതൽ. ഒരേ 18ാമത്തെ വാക്യം ഒന്ന് കാണിച്ചു തരാം. 18ാമത്തെ വാക്യം, യേശുവിൻ്റെ രക്തം നമുക്കുണ്ടാക്കിയ മാറ്റം ഒന്ന് കണ്ടോ? വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന്
ശ്രദ്ധിക്കുക, എവിടെ നിന്നാണ് ദൈവം നമ്മളെ വീണ്ടെടുത്തത്? എവിടെ നിന്ന് വീണ്ടെടുത്തു? ഒന്ന് വായിച്ചോ. അത് വ്യർത്ഥവും നിങ്ങളുടെ നടപ്പിൽ നിന്ന് വീണ്ടെടുത്തു. ഇത് പറയുമ്പോൾ ഒന്ന് രണ്ട് സെന്റൻസ് ആണ്, അല്ലെങ്കിൽ ഒറ്റ ഇതിലാണ് പോകുന്നതെങ്കിലും 4 വാക്കുകൾ അതിനകത്തുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, 4 വാക്കുകൾ. ഒന്നാമത്തെ വാക്ക് വ്യർത്ഥം, 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 വ്യർത്ഥം. തുടങ്ങുക കേട്ടോ, വ്യർത്ഥം, വ്യർത്ഥം എന്ന വാക്ക്. രണ്ടാമത്തെ വാക്ക് പിതൃ പാരമ്പര്യം. പക്ഷെ ഞാൻ ഈ വാക്കിനെ രണ്ടായിട്ട് പഠിപ്പിക്കുകയാണ്. പിതൃ പാരമ്പര്യം എന്ന ഒറ്റ വാക്കിനെ രണ്ടായിട്ട് പഠിപ്പിക്കുന്നു. പിതൃത്വം പ്ലസ് പാരമ്പര്യം, പിതൃത്വം പ്ലസ് പാരമ്പര്യം. ഇങ്ങനെ രണ്ടായിട്ട് പഠിച്ചാൽ അർത്ഥത്തിന് മാറ്റം വരും. അതിനകത്ത് ഞാൻ തിരിക്കുകയല്ല കേട്ടോ, ഇത് കുറച്ചുകൂടി നിങ്ങൾക്ക് ഈ ദൂത് മനസ്സിലാക്കാൻ വേണ്ടി ലഘൂകരിക്കുകയാണ്. വ്യർത്ഥം, പിതൃത്വം, പാരമ്പര്യം. നാലാമത്തെ വാക്ക് നിങ്ങളുടെ നടപ്പ്. നടപ്പ്, ഈ നടപ്പ് എന്നുള്ളതിന് എക്സാക്ട്ലി നടപ്പ് എന്ന അർത്ഥമുണ്ട്. അപ്പൊ തന്നെ ശൈലികൾ, രീതികൾ, ചെയ്തു വന്ന ശൈലികൾ എന്ന അർത്ഥമുണ്ട്. ഈ വാക്കുകളുടെ അർത്ഥം ഒന്ന് മനസ്സിലാക്കിക്കേ. വ്യർത്ഥം എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാമല്ലോ. ഒന്ന് പറഞ്ഞാട്ടെ, വ്യർത്ഥം, വ്യർത്ഥം. എന്റെ കൂടെ ഉണ്ടോ? ഒരു സ്തോത്രം പറഞ്ഞേ. ഒരു 10-15 മിനിറ്റ് നിങ്ങളുടെ കൂടെ ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ. ഈ വേർഡ് നിങ്ങളുടെ അകത്ത് കിട്ടട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. വ്യർത്ഥം എന്ന വാക്ക്, വ്യർത്ഥം എന്ന വാക്കിന്റെ അർത്ഥം പ്രയോജനമില്ലാത്തത്, ഗുണമില്ലാത്തത് എന്നാണ്, ഉപയോഗമില്ലാത്തത്. പിതൃത്വം എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാമല്ലോ, പിതൃത്വം. പാരമ്പര്യം എന്ന വാക്ക്, ഈ വാക്ക് പെന്തക്കോസ്തുകാർക്ക് അറിയാവുന്ന പോലെ ലോകത്താർക്കും. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. നമുക്ക് വേറൊന്നും ഇല്ലേലും ഗ്ലോറി. നിങ്ങളുടെ അർത്ഥം അതിനെ മനസ്സിലാക്കുക. നിങ്ങളുടെ നടപ്പ് എന്ന് വെച്ചാൽ ആ വാക്കിന്റെ അർത്ഥം ഇത്രയുള്ളൂ: വെറുതെ ആയിപ്പോയ, പ്രയോജനമില്ലാതായിപ്പോയ പിതാക്കന്മാരുടെ പാരമ്പര്യ ശൈലികളിൽ നിന്ന്, രീതികളിൽ നിന്ന്, നടപ്പിൽ നിന്ന് അവന്റെ രക്തം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ ഈ വേർഡ് പറയുമ്പോൾ ഞാൻ അതിന്റെ ഒരു വെളിപ്പാട് പറയട്ടെ. പിതാക്കന്മാരിൽ വെളിപ്പെട്ട തോൽവികൾ, പിതാക്കന്മാരിൽ വെളിപ്പെട്ട പരാജയങ്ങൾ, പിതാക്കന്മാരിൽ വെളിപ്പെട്ട ശാപങ്ങൾ നീ അറിയാതെ നിന്നിലും അവൻ കരുതി വെക്കുമ്പോൾ അതിനെ അവന്റെ രക്തത്താൽ പൊട്ടിച്ചു കളയാം. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ. നിന്റെ വല്യപ്പന്മാർ വീണതുപോലെ നീയും വീഴണമെന്നുള്ള പിശാചിന്റെ സ്ട്രാറ്റജി ഈ വചനം കൊണ്ട് ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. അവന്റെ രക്തത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ വീണ്ടും നിങ്ങളോട് പറയാം, തോൽക്കാൻ ദൈവം നിന്നെ അനുവദിക്കില്ല. ശബ്ദം ഉയർത്തി രാമേ പറഞ്ഞു. നല്ലപോലെ ഒന്ന് പറഞ്ഞാട്ടെ. എല്ലാവരും പറ, യേശുവിന്റെ രക്തം. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ഇല്ല. എന്റെ കൂടെ വരുന്നുണ്ടോ? വചനം മനസ്സിലാകുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ? കുറച്ച് കുഴപ്പമില്ല. സ്തോത്രം. എന്റെ കൂടെ നിങ്ങൾ നിന്നാൽ പെട്ടെന്ന് ഈ സ്ഥാനത്ത് ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. 4 മേഖലയാണ് ദൈവാത്മ പറയുന്നത്. വെറുതെ ആയിപ്പോയ പിതാക്കന്മാരുടെ നടത്തം. ഞാൻ ഈ പത്രോസിന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഞാൻ ഇതിനെ ഒന്ന് വ്യാഖ്യാനിക്കുകയാണ്. ഈ പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ഇസ്രായേൽ മക്കൾ അടിമത്വത്തിൽ നിന്ന് വാഗ്ദത്ത ദേശത്തിലേക്ക് വന്ന സംഭവമാണ് ഈ പറയുന്നത്. ഇസ്രായേലിനെ ദൈവം കൊണ്ടുവന്നു. മോശയെ കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ച കാര്യമൊക്കെ നിങ്ങൾക്ക് നല്ലപോലെ അറിയാമല്ലോ. മോശ ദൈവം ഉപയോഗിച്ചു, അടിമത്വത്തിൽ നിന്ന് പുറത്തു വന്നു. എന്നാ ഒരു ഗ്ലോറിയസ് വരവായിരുന്നു തന്നെയാണ്. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണുകൾ, ദൈവം അവർക്ക് നൽകിയ ഭക്ഷണം, ദൈവത്തിന്റെ സ്വർഗീയ മന്ന, സ്വർഗീയ ഭോജനം, എന്നാക്കിയ ദൈവം അവർക്ക് വേണ്ടി കരുതിയത്. ഇതുപോലൊരു അനുഗ്രഹിക്കപ്പെട്ട യാത്ര. ചെങ്കടൽ വിഭജിക്കുന്നു, യോർദാൻ വിഭജിക്കുന്നു, കോട്ടകൾ ഇടിയുന്നു, വഴി തുറക്കുന്നു, സർപ്പത്തിന്റെ കടിയിൽ നിന്നുള്ള വിടുതൽ കിട്ടുന്നു, ദാഹിക്കുമ്പോൾ വെള്ളം കൊടുക്കുന്നു, ഇറച്ചി വേണമെന്ന് പറയുമ്പോൾ കാടപ്പക്ഷിയെ. അനുഗ്രഹിക്കപ്പെട്ടൊരു യാത്ര. പക്ഷെ ആ യാത്രയെ നോക്കി എഴുതി വെക്കുന്നു, വൃഥാവായി പോയി, വെറുതെയായി പോയി, പ്രയോജനമില്ലാതായി പോയി. അവർ ഇത്രയും അനുഭവിച്ചു, ഇത്രയും നന്മ പ്രാപിച്ചു, ഇത്രയും ഗ്ലോറിയസ് ആയി അവർ പോയി. പക്ഷെ അവിടെ കൊടുക്കുന്ന ദൂത് വൃഥാവായി. അവർ സഞ്ചരിച്ചത് തേജസ്സിന്റെ യാത്ര എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. പക്ഷേ ബൈബിൾ പഠിപ്പിക്കുന്ന മറ്റൊരു വാക്ക്, അത് പ്രയോജനരഹിതമായി പോയി. എന്തുകൊണ്ടാണ് അവരുടെ വഴി പരാജയപ്പെട്ടത്? എന്തുകൊണ്ടാണ് അവരുടെ യാത്ര നശിച്ചത്? ഒരു 10 മിനിറ്റ് നല്ലപോലെ കേൾക്കണം. ഇത് പറഞ്ഞ് പ്രാർത്ഥിക്കാം. വഴിയാത്ര പരാജയപ്പെടാനുള്ള കാര്യം ഒരു പെട്ടെന്ന് 2 പത്രോസ് 2 അധ്യായത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. 2 പത്രോസ് 2 അധ്യായം അതിന്റെ ആമേൻ സ്തോത്രം 15-ാമത്തെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു.
മതി, ഒറ്റ വേർഡ് മാത്രം ഒന്ന് എടുത്തോണം. എന്തുകൊണ്ട് ഇവരുടെ യാത്ര നഷ്ടമായി, വൃഥാമായി? ഹലോ 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 എന്നൊന്ന് കണ്ടേ. ഒറ്റ വാക്ക് ഇവിടെ കൊടുക്കുന്നു, അവർ നേർവഴി വിട്ടത്. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്ത് പറ, വഴി തെറ്റി. നിങ്ങൾ പറയുമ്പോൾ വഴി തെറ്റരുതെന്ന് വേണം പറയാൻ. വഴി തെറ്റിയെന്നല്ല പറയേണ്ടത്, വഴി തെറ്റുകയും ചെയ്യരുത്, വഴി തെറ്റിക്കുകയും ചെയ്യരുത്. വഴി തെറ്റിക്കരുത്. സ്തോത്രം പറഞ്ഞാട്ടെ. നീയോ തെറ്റി, മറ്റുള്ളവരെ കൂടെ തെറ്റിക്കരുത്. വഴി തെറ്റി. എന്തുകൊണ്ടാണ് ബ്ലെസ്സഡ് യാത്ര, അനുഗ്രഹിക്കപ്പെട്ട യാത്ര പരാജയപ്പെട്ടത്? സിമ്പിൾ ആൻസർ, വഴി തെറ്റി. ആള് മാറിയില്ല, ലീഡർഷിപ്പ് മാറിയില്ല, സ്ഥാനമാനങ്ങൾക്ക് മാറ്റം വന്നില്ല, പുതിയ ആൾക്കാർ വന്നില്ല. പക്ഷെ സിമ്പിളായിട്ട് നമ്മൾ കൊടുക്കുന്ന വാക്ക് വഴി തെറ്റി. വഴി തെറ്റി. എങ്ങോട്ടാണ് തെറ്റിയത്? ബയോരിന്റെ മകനായ ബിലയാമിന്റെ വഴിയെ നടന്നു. ഒരു കുറച്ച് സമയം കൂടെ വരണേ. ഈ ബിലയാം ഇവരെ വഴി തെറ്റിച്ച ചരിത്രമൊക്കെ നിങ്ങൾക്ക് അറിയാം. ആമേൻ, സ്തോത്രം. ഈ ബിലയാം ഇവരെ വഴി തെറ്റിച്ച ചരിത്രം ഞാനത് പറയാൻ നിങ്ങൾക്ക് അറിയാം. പുള്ളി ആളൊരു കള്ളപ്രവാചകനാണ്. പുള്ളി കൊള്ളാവുന്ന കുറെ ശാപമൊക്കെ ആയിട്ട് ഇസ്രായേലിനെ ശപിക്കാൻ വന്ന പുള്ളിയാണ്. സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ. അത് പറഞ്ഞപ്പോൾ കണ്ണു തുറന്ന് ആരുടെയൊക്കെയോ സ്തോത്രം ചെയ്യുന്നു. നല്ലപോലെ പറഞ്ഞേ. പുള്ളിക്കാരനെ ശപിക്കാൻ വേണ്ടി നിൽക്കുക. ഈ വരുന്ന വഴിക്ക് കുറെ ശാപമായിട്ട് ഇയാൾ നിൽക്കുക. പക്ഷേ ഇദ്ദേഹം വായി തുറന്ന് ശാപം പറയും, പക്ഷെ വീഴുന്നത് മൊത്തം തുറന്ന് പറ അനുഗ്രഹം. ഞാനൊരു കാര്യം പറയാം. നിനക്കെതിരെ പൊങ്ങുന്ന അപവാദിയുടെ അപര നിയന്ത്രണം യഹോവയുടെ കയ്യിലാണ്. ഉത്തരം പറയാൻ നീ പോകണ്ട, അങ്ങനല്ല ഇങ്ങനെയാന്ന് തെളിയിക്കാൻ നീ പോകണ്ട. നിനക്കെതിരെ പൊങ്ങുന്നവൻ ദൈവത്തിനമല്ലാത്ത വാക്കാണെങ്കിൽ അതിനെ ദൈവം നിനക്ക് അനുഗ്രഹമാക്കി മാറ്റും. ഒരു സ്തോത്രം പറഞ്ഞാട്ട്. കുറ്റം പറച്ചിലുകൾ കൂടുന്നുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞോളാം. കൂടുതൽ നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അപവാദം കേൾക്കുമ്പോൾ ഒരു വേദനയുണ്ട് മാസ്റ്റേ. പറയുന്ന കണക്കൊന്നുമല്ല. നമ്മൾ ഇത്രയും ചെയ്തിട്ട്, ഇത്രയും നമ്മൾ കാണിച്ചിട്ട്, ഇത്രയും പ്രവർത്തിച്ചിട്ട് ആൾക്കാർ ഇത് പറയുന്നുണ്ടല്ലോ. രക്തം ജയം നിന്നെ പറയാൻ 5 പേരും ഉണ്ടല്ലോ. നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. പക്ഷെ ബിലയാമിന്റെ ഒരു പ്രശ്നം നിങ്ങൾ നല്ലപോലെ കേൾക്കണം. ബിലയാമിന്റെ പ്രശ്നം, പുള്ളി മേടിച്ച പൈസയ്ക്ക് ജോലി ചെയ്യുന്നവനായിരുന്നു. എന്നെ കൊണ്ട് ഈ പരിപാടി നടക്കുകയാണെന്നും പറഞ്ഞ് ആചാരം ഇട്ടിട്ട് പോയില്ല. പുള്ളി പറഞ്ഞു, ശരി, എന്റെ ശാപം അവർ ഏൽക്കുന്നില്ല. എന്തുകൊണ്ട് എന്റെ ശാപം ഏൽക്കുന്നില്ല? റീസൺ അയാൾ പറയുന്നു, എന്റെ ശാപത്തിന് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അനുഗ്രഹം അവരുടെ മീതെ കിടക്കുകയാണ്. പറഞ്ഞാട്ടെ, എന്റെ ശാപത്തിന് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ബ്ലെസ്സിങ്സ് അവരുടെ മീതെ കിടക്കുകയാണ്. അതുകൊണ്ട് ഒറ്റ വഴിയേ ഉള്ളൂ, അനുഗ്രഹിച്ചവനെ കൊണ്ട് തന്നെ ശപിപ്പിക്കണം. ഇല്ലാതെ ഇസ്രായേലിന്റെ ശാപം എന്റെ ശാപം ഏക്കാത്തതിന്റെ കാര്യം ഒരു അനുഗ്രഹമാണ്. ഇനി ഇവർക്ക് ശാപം ഏക്കണമെങ്കിൽ വഴി അനുഗ്രഹിച്ചവൻ തന്നെ എന്തോ ചെയ്യണം? ശപിക്കണം. നിങ്ങൾ എന്നോട് വരുന്നുണ്ടോ? അനുഗ്രഹിച്ചവൻ തന്നെ ശപിക്കണം. സോ അനുഗ്രഹിച്ചത് ആരാണ്? സർവശക്തനായ ദൈവം. ഈ അനുഗ്രഹത്തെ ശാപമാക്കണമെങ്കിൽ എന്ത് ചെയ്തപ്പോഴാണ് അനുഗ്രഹിക്കപ്പെട്ടത്? യഹോവയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്തപ്പോൾ. ഇഷ്ടമുള്ളത് ചെയ്തപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ ബിലയാമിന്റെ വഴി ഇഷ്ടമല്ലാത്തത് ചെയ്യിപ്പിച്ചാൽ അനുഗ്രഹിച്ചവൻ തന്നെ എന്തോ ചെയ്തോളും. എന്നോട് വരുന്നുണ്ടോ? സാധനമാണ് ബിലയാം. എന്നോട് വരുന്നുണ്ടോ? ഇങ്ങനത്തെ 5 ബിലയാം ഒരു സഭയുണ്ട്, ആ സഭ തീർന്നു. കാഞ്ഞ കുത്തിയാണ് ബിലയാം. ബിലയാം ഇതിനകത്ത് റൂട്ട് പിടിക്കുക, എങ്ങനെ ഇവനെ തകർക്കാം, ഇതിനുള്ള വഴി അവൻ കണ്ടെത്തുക. അനുഗ്രഹിച്ചവൻ തന്നെ ഇതിനെ ശമിക്കണം. ഈ അനുഗ്രഹിച്ചത് എപ്പോഴാ? ഇഷ്ടമുള്ളത് ചെയ്തപ്പോ. ശാപം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇഷ്ടമില്ലാത്തത് ചെയ്യിപ്പിക്കണം. ചെയ്യിപ്പിക്കണമെങ്കിൽ പാപം ചെയ്യാനുള്ള ക്ലൈമറ്റിനെ ഒരുക്കി കൊടുക്കണം. ഇതാണ് ബിലയാമിന്റെ പദ്ധതി. ബിലയാം നിന്റെ വഴി തെറ്റിക്കുന്നത് എവിടാ? ക്ലൈമറ്റുകളെ പാപം ചെയ്യാൻ നിന്റെ മുമ്പിൽ ഒരുക്കും. ഞാൻ എന്റെ മകനൊരു ദൂത് പറയാം. നിന്റെ പ്രശ്നം സാന്നിധ്യം അനുഭവിക്കാത്തതല്ല, നിന്റെ പ്രശ്നം സാന്നിധ്യത്തിൽ തുടരാൻ പറ്റാത്തതാണ്. പ്രസൻസിനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ന് ഞാൻ ഈ വേർഡ് പറയുമ്പോൾ നിന്റെ പാപം ചെയ്യിക്കുന്ന ക്ലൈമറ്റുകളെ ഇന്ന് ദൈവാത്മാവ് ഈ ദേശത്തിൽ നിന്ന് തിരിക്കാൻ പോകുന്നു. ചിലരുടെ ആത്മമണ്ഡലത്തിൽ നിന്ന് ആ ക്ലൈമറ്റ് മാറട്ടെ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഞാനൊരു കാര്യം പറയാം. ഈ
പാപത്തിന്റെ ക്ലൈമറ്റിനെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ആത്മതലമാണ് ദൈവം ഇപ്പൊ വചനത്തിൽ തുറക്കുന്നത്. നിനക്ക് ആ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു നാണവും വിചാരിക്കാതെ നീ ആ ദൂതിന് ആമേൻ പറഞ്ഞെടുക്കണം. യോഗം കഴിഞ്ഞിട്ട് പക്ഷെ ഇന്ന വിഷയത്തിനകത്താണ് ഞാൻ ബന്ധിക്കപ്പെട്ടത്, അന്നേരം തലയും കൊണ്ട് വരരുത്. ഈ നിയോഗം തുറക്കുമ്പോൾ ഇവരെ എടുത്തോളാം. കാരണം കെട്ടുപൊട്ടിക്കുന്നത് എന്റെ പോക്കറ്റിൽ നിന്ന് താക്കോൽ എടുത്തിട്ടല്ല, ഈ കെട്ടുപൊട്ടുന്നത് സ്വർഗതലമാണ്. ഈ അന്തരീക്ഷം തുറക്കുമ്പോൾ അവനെ ഒന്ന് സ്വീകരിക്കാൻ പറ്റിയാൽ നിന്റെ ദൈവ സാന്നിധ്യത്തിൽ തുടരാൻ അനുവദിക്കാത്ത സാത്താന്യ ക്ലൈമറ്റുകളെ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യട്ടെ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. എന്റെ ഭാഷ പറഞ്ഞാൽ പാപം ചെയ്യാൻ പിശാചൊരുക്കുന്ന ക്ലൈമറ്റിൽ നിന്ന് പാപത്തിന്റെ സീഡുകൾ വർക്കാകാത്തൊരു ക്ലൈമറ്റിലുണ്ട്. പരിശുദ്ധാത്മ നിങ്ങൾ കൊണ്ടുവരും. എന്റെ ഭാഷ പറഞ്ഞാൽ പാപരഹിതമായ ഒരു അന്തരീക്ഷം വെളിപ്പെടാൻ പോകുകയാണ്. ഒരു സ്തോത്രം പറഞ്ഞാട്ട്. വഴക്കുണ്ടാകുന്ന അന്തരീക്ഷം, ദേഷ്യം വരുന്ന ക്ലൈമറ്റ്, കോപിക്കുന്ന ക്ലൈമറ്റ്. ഇന്ന് ഇതിനകത്ത് ചിലരിപ്പുണ്ട്. പരിശുദ്ധാത്മാവിനോട് ദൂത് പറയാണ്, നിനക്ക് തന്നെ അറിയാം ഇതിനകത്ത് നീ കയറിക്കഴിഞ്ഞ നീ ആളുമാറും. നിനക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അത് വന്നു കഴിഞ്ഞാൽ നീ എടുക്കുന്ന ഡിസിഷൻസ് പരാജയപ്പെടും. നിന്റെ കുഴപ്പമല്ല, ഈ ക്ലൈമറ്റിനെ തിരിക്കാൻ നിനക്ക് പറ്റണം. ഈ നാമയം പറയാൻ പറ്റുകയാണ്. വാ തുറ നാമയം പറഞ്ഞാൽ സ്വന്തം ചെയ്യാൻ പറ്റുകയാണ്. സ്വന്തം പറയുന്നത് ഇത് ഞാനിത് പറയുമ്പോ ഒരു ക്ലൈമറ്റ് മാറുകയാണ്. സമാന പ്രവർത്തനാദി നിന്റെ തലമുറകൾക്ക് പാപം ചെയ്യാൻ അവസരം കൊടുക്കുന്ന the spirit of temptation ബ്രേക്ക് ചെയ്യാനുള്ള പ്രസൻസിന്റെ ഒരു ക്ലൈമറ്റ് യേശുവിൻ നാമത്തിൽ തുറന്നു വരട്ടെ. ക്ലൈമറ്റ് മാറിയാൽ ഫ്രീ ആയി. ക്ലൈമറ്റ് മാറിയാൽ ഫ്രീ ആയി. ഈ അന്തരീക്ഷം മാറിയാൽ ഫ്രീ ആയി. ഈ ചിലവരെ പക്ഷെ എപ്പോഴും പ്രാർത്ഥന, എപ്പോഴും യോഗം, എപ്പോഴും കൂട്ടായ്മയാണ്. എന്ത് സന്തോഷമാണ്. ആ യോഗം ആശീർവാദം പറഞ്ഞ പേടിയാണ്. പ്രാപിച്ച നഷ്ടപ്പെടുവോ? എങ്ങനെ ഇതിനകത്ത് തുടരാൻ പറ്റും? ഞാൻ വീട്ടിൽ ചെലവ് എന്തോ ആയിരിക്കും. ഇന്ന് ഞാൻ ദൂത് പറയാം, നീ ചുമക്കുന്ന ക്ലൈമറ്റ് നിന്റെ കൂടെ സഞ്ചരിക്കാൻ പോകുന്നു. ചർച്ചിനകത്ത് മാത്രമല്ല, നിന്റെ വീടിനകത്തും ആ ക്ലൈമറ്റ് പെടാം. കാരണം അടിച്ചാവേ പറഞ്ഞ ദൂതികൾ എടുത്ത് ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. ഈ ദൂതിലേക്ക് ഒന്ന് കയറി. എങ്ങനെയാണ് വഴി തെറ്റിയത്? ആരാണ് വഴി തെറ്റിച്ചത്? അവിടെ ബൈബിൾ പഠിപ്പിക്കുന്നു വഴി തെറ്റി. മോനെ എനിക്കതിന്റെ അവൻ 18ാമത്തെ വാക്യം ഒന്ന് പെട്ടെന്ന് അറിയണം. 18 അതേ അധ്യായം 18ാമത്തെ വാക്യം. വഴി തെറ്റി. കണ്ടോ? വഴി തെറ്റി നടക്കുന്നവരോട് ഒന്ന് കണ്ടോ, ഒന്ന് ഒരുമിച്ച് നിങ്ങൾ വായിച്ചോണേ. വഴി തെറ്റി നടക്കുന്നവരോട് ഇപ്പോൾ അകന്നു വന്നവരെ വെറും വമ്പ് പറഞ്ഞ് ദുഷ്കാമവർത്തികളാൽ കാമഭോഗങ്ങളിൽ കൊടുക്കുന്നു. 19ാമത്തെ വാക്യം. അടുത്ത വാക്യം, തങ്ങൾ തന്നെ നാശത്തിന് അടിമകളായിരിക്കെ മറ്റവർക്കും സ്വാതന്ത്ര്യം വാഗ്ദത്തം ചെയ്യുന്നു. ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് ഒരു സ്തോത്രം പറഞ്ഞാണ്. ഒരുത്തൻ വഴി തെറ്റി എന്നുള്ളതിന്റെ 3 ലക്ഷണം പറയാം. 3 ലക്ഷണം. ഒരുത്തൻ റൂട്ട് മാറി എന്നുള്ളതിന്റെ 3 ലക്ഷണം. 18 3 ലക്ഷണം. ഒന്ന്, വഴി തെറ്റുന്നവരെ, അകന്നു വന്നവരെ ഇപ്പോൾ വമ്പു പറഞ്ഞ് ദുഷ്കാമവൃത്തികളിൽ കുടുക്കും. നിങ്ങൾ എന്നോട് വരുന്നുണ്ടോ? കുറച്ച് സമയമെടുത്ത് ഇതിന്റെ ഡീറ്റെയിലോട്ട് പോയി നമ്മൾ ഇതിനെ പൊട്ടിക്കണം. പക്ഷെ നമ്മുടെ മുമ്പിൽ ഇന്ന് നിങ്ങൾക്ക് ഹോംവർക്ക് ഇട്ട് തരിക. വീട്ടിൽ പോയി ഹോംവർക്ക് ചെയ്തോണം. ഇനി ലോക്കിനെ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് അഴിക്കണം. നിങ്ങൾ എന്നോട് വരുന്നുണ്ടോ? വഴി തെറ്റുന്നവരെ, ഒരുത്ത പ്രാർത്ഥന ഇച്ചിരി ഒന്ന് കുറഞ്ഞാൽ, സാന്നിധ്യത്തിനകത്ത് ഇച്ചിരി ഒന്ന് കുറഞ്ഞാൽ വമ്പ് പറഞ്ഞു കുടുക്കും. എങ്ങനെ? വമ്പ് പറഞ്ഞ് കുടുക്കും. ഈ എങ്ങനെ സാത്താൻ കുടുക്കുന്നത്? നിങ്ങൾ എന്റെ കൂടെ വരണം. ഗലാത്യ ലേഖനത്തിനകത്ത് പൗലോസ് പറയുന്നൊരു വാക്യമുണ്ട്. ഭയങ്കര പ്രധാനപ്പെട്ട വാക്യമാണ്. പൗലോസ് പറയുന്നു, അവൻ നമ്മളെ വിളിച്ചിരിക്കുന്നത് അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കാണ്. നമ്മളെ കുടുങ്ങിപ്പോകരുത്. സോ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് അടിമത്വത്തിൽ നിന്ന്
എല്ലാവരും പറഞ്ഞേ, അടിമത്വത്തിൽ നിന്ന് സ്ലേവറി ടു ഫ്രീഡം, അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. എന്നാൽ സാത്താൻ നമുക്ക് ഓഫർ ചെയ്യുന്നത് എന്തോന്നറിയാമോ? സാത്താൻ നമുക്ക് ഓഫർ ചെയ്യുന്നത് ഫ്രീഡം ടു ഫ്രീഡം ആണ്. കിട്ടിയില്ല നിങ്ങൾക്ക്? അടിമത്വത്തിൽ നിന്ന് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കും. പക്ഷെ സാത്താൻ നമുക്ക് തരുന്നത് സ്വാതന്ത്ര്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. നിങ്ങൾ വരുന്നില്ല എന്റെ കൂടെ? ഞാൻ ആരോടെ ഇതൊക്കെ പറയുന്നത്? നിങ്ങൾ കൂടെ ഉണ്ടോ? സ്വാതന്ത്ര്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. എങ്ങനെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടുന്നത്? പറയാം. അടിമത്വത്തിനകത്തു നിന്ന് ഒരുത്തൻ സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ അവൻ ഇന്നലകളിൽ പിടിച്ചു വെച്ചിരുന്ന, അവനെ ലോക്ക് ചെയ്ത പാപത്തിൽ നിന്നുമുള്ള മോചനമാണ് അവന് കിട്ടുന്നത്. ആ സ്വാതന്ത്ര്യത്തിന്റെ പേരാണ് പാപം ചലിക്കാത്ത അന്തരീക്ഷം. സ്വതന്ത്രം പറഞ്ഞാട്ടെ. അവിടെ നിനക്ക് സമാധാനം ഉണ്ടാവും, അവിടെ നിനക്ക് സ്വസ്ഥത ഉണ്ടാവും, അവിടെ നിനക്ക് കൂടെ കൈയടിക്കാൻ ആളിന്റെയും പ്രാർത്ഥിക്കാനുള്ള ക്ലൈമറ്റ് ഉണ്ടാവും. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? അവിടെ നിനക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റും. ഒരാൾ നിന്നെ ഫോഴ്സ് ചെയ്തില്ലേലും നീ പ്രസൻസിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യും. ഇതാണ് സ്വാതന്ത്ര്യം. ഇനി അബദ്ധത്താൽ അറിയാതെ ഒരുത്തൻ ഈ സ്വാതന്ത്ര്യത്തിൽ നിന്ന് അടിമത്വത്തിൽ വീഴാൻ സാധ്യതയുള്ള പാപം ചെയ്തെന്നിരിക്കട്ടെ. ഒന്ന് ദേഷ്യപ്പെട്ടു, ഒന്ന് വഴക്കുണ്ടാക്കി, ഒന്ന് ബുദ്ധിമുട്ടുണ്ടായി, ഒന്ന് ദുഷ്കാമ ശക്തികൾ പിടിക്കപ്പെട്ടു, ഒന്നൊരു ലോക്കിനകത്ത് പോയി. സാത്താൻ അവന് അതിനെ സ്വാതന്ത്ര്യമായി നൽകും. സാത്താൻ അവന് നൽകുന്ന സ്വാതന്ത്ര്യത്തിന്റെ പേരാണ് നോർമലൈസേഷൻ, സാധാരണമാക്കി മാറ്റുക. എന്ന് പറഞ്ഞാൽ എന്റെ ഹോളിനെസ്, എന്റെ വിശുദ്ധിയെ ഞാൻ കമ്പയർ ചെയ്യേണ്ടത് അഭിഷക്തന്റെ വിശുദ്ധിയായിട്ടല്ല. നിങ്ങൾ എന്നോട് വരുന്നുണ്ടോ? സാത്താൻ എന്നെ പഠിപ്പിക്കാൻ തുടങ്ങും. നിക്സ, നീ പാപം ചെയ്തോ? കുഴപ്പമില്ല. നിനക്ക് ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, കുഴപ്പമില്ല. നിന്നേക്കാൾ സീനിയർ ആ പുള്ളിയെ നോക്കിയേ, കെട്ടുപൊട്ടിക്കേ ഇന്ന് രാത്രി. നീ അവനെ നോക്കിയേ. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാം, എന്റെ വിശുദ്ധിയെ ഞാൻ തുലനം ചെയ്യേണ്ടത് എന്റെ സീനിയേഴ്സുമായിട്ടല്ല. എന്റെ വിശുദ്ധിയെ ഞാൻ തുലനം ചെയ്യേണ്ടത് എന്റെ സ്പിരിച്വൽ ഫാദറുമായിട്ടല്ല. എന്റെ വിശുദ്ധിയെ ഞാൻ അളക്കേണ്ടത് യേശുക്രിസ്തുവായിട്ടാണ്. അപ്പൊ ഒരു ചോദ്യം പാസ്റ്റേ, ഒരു ത്രാസിൽ യേശുക്രിസ്തു, ഒരു ത്രാസിൽ ഞാനും ഇരുന്നാൽ ഈ ആനയെ ഉറുമ്പിരിക്കുന്ന പോലല്ലേ? കാരണം അവൻ ദൈവമല്ലേ. മോനെ, എന്തുകൊണ്ട് ക്രിസ്തുവായിട്ട് നിന്റെ വിശുദ്ധിയെ നീ തുലനം ചെയ്യണം? ഒറ്റ കാരണം, നിന്നെ വിളിച്ചത് ക്രൈസ്റ്റിനെ പോലെ ആകാനാണ്. നിങ്ങൾ എന്നോട് വരുന്നുണ്ടോ? യേശുക്രിസ്തുവായിട്ടുള്ള നിന്റെ വിശുദ്ധിയുടെ കമ്പാരിസൺ മാറിയിട്ട് നിനക്ക് മുന്നമേ പോയവർക്കോ നിന്റെ പാസ്റ്റേഴ്സോ ലീഡർഷിപ്പോ നിനക്ക് പരിചയമുള്ളവരോ നിന്റെ കൂട്ടുകാരോ നിനക്കൊപ്പം സ്നാനപ്പെട്ടവരോ നിന്റെ കൂടെ പായ്ക്കാത്തിരുന്ന് ആരാധിച്ചവരോ മറ്റുള്ളവരുമായി അവർ ചെയ്തില്ലേ, പിന്നെ എനിക്കെന്താ ചെയ്ത? അവർക്ക് പറയാമെങ്കിൽ പിന്നെ എനിക്കെന്നാ പറഞ്ഞാൽ? എന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ളവന് ചെയ്യാമെങ്കിൽ പിന്നെ എനിക്കെന്നാ ചെയ്യാം? ഇത് നിന്നെ അവൻ കുടുക്കുകയാണ്. എന്റെ കൂടെ ഉണ്ടോ? ഹലോ, എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഈ കുടുക്കിന്റെ പുറകിൽ സാത്താനുള്ള ഒറ്റ ലക്ഷ്യം അവനെ ദുഷ്കാമത്തിന് അടിമയാക്കുക. ഹലോ, ദുഷ്കാമത്തിന് അടിമയാക്കുക. ഞാൻ ഈ വാക്യത്തിലേക്ക് മടങ്ങി വരാം. എനിക്കൊരു ഫ്ലോ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങ് തുറക്കുകയാണ്. ദുഷ്കാമത്തിന് എഫെസ്യ ലേഖനം 4:16 ഒരുത്തൻ ദുഷ്കാമത്തിന് അടിമയായാൽ അവനിൽ നടക്കുന്ന എന്താണ്? എനിക്കത് തുറക്കുന്നു, അതുകൊണ്ട് ഞാൻ മാത്രം പറഞ്ഞു നിർത്താം. എഫേഷ്യൻസ് chapter 4:16 മുഴുവനും യുക്തമായി ചേർന്നു ഏകീഭവിച്ച് ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിനൊപ്പം. കുറച്ചുകൂടെ മുന്നോട്ട് പോക്കും. 18ാമത്തെ വാക്യം തൊട്ട് വായിച്ചു, എന്നാലേ തീരത്തുള്ളൂ. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം. ഒന്നൊന്ന് കേട്ടെ, അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം. എന്റെ കൂടെ വരണേ നിങ്ങൾ. അജ്ഞാന നിമിത്തം, ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്നു മനം തറപ്പിച്ച് പോയവരാകിയ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധി പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഹലോ, ഇതൊന്ന് കണ്ടേ. ഇതിന്റെ ട്രാക്ക് പഠിപ്പിക്കാൻ നിന്നാൽ ഒത്തിരി ഉണ്ട് കേട്ടോ. ഞാനൊരു 4 മണിക്കൂർ ക്ലാസ് എടുക്കുന്ന സാധനമാണ് ഈ 4 മിനിറ്റ് കൊണ്ട് തരാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ അതുകൊണ്ട് എന്റെ കൂടെ വരണം. ഒരുത്തൻ ദുഷ്കാമത്തിന് അടിമയായാൽ, ദുഷ്കാമത്തിനൊരുത്തൻ ലോക്കായാൽ അവനിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ മാറ്റം, അവൻ ഹൃദയ കാഠിന്യമുള്ളവനായി മാറും.
ഹലോ, ഇത് തിരിച്ചായി സാധനം വരുന്നത് കേട്ടോ. ഹൃദയ കാഠിന്യം. ഒന്ന്, ഹൃദയ മനസ്സ് കഠിനപ്പെടും. എന്നാ പറഞ്ഞാലും പുള്ളിയുടെ അകത്ത് കയറുകയല്ല. ഒന്നും വരുന്നില്ലല്ലോ. സ്വന്തം പറഞ്ഞാൽ ഹൃദയം കല്ലാണോ എന്ന് നമുക്ക് തോന്നും. ഹൃദയ കാഠിന്യം. ഈ കാഠിന്യം ഒരുത്തന്റെ അകത്ത് വന്നാൽ സാത്താൻ ടാർഗറ്റ് ചെയ്യുന്നത് അവനെ ക്രൈസ്റ്റിന്റെ ലൈഫിൽ നിന്ന് വെളിയിലാക്കുക. നിങ്ങളൊന്ന് കണ്ടപ്പോ യേശുക്രിസ്തുവിന്റെ ജീവനിൽ നിന്ന് ഒരുത്തൻ പുറത്തായെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? അതിന്റെ അർത്ഥം ഒരുത്തൻ ജീവനിൽ നിന്ന് അകന്ന പിന്നെ അവൻ എങ്ങോട്ടാ പോകുന്നത്? പറ. മരണം. ജീവനിൽ നിന്ന് ഒരുത്തൻ പോയാൽ അവൻ നേരെ ചെല്ലുന്നത് മരണത്തിലാണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ. വഴി തെറ്റി എന്ന ഒറ്റ കാരണം ഇവനെ എത്തിക്കുന്നത് അവന്റെ സ്പിരിച്വൽ ഡെത്തിലേക്കാണ്. ഇതാർക്കായി മനസ്സിലാകുന്നത്? ഇവിടെ വരുന്നുണ്ടോ? നിനക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം ഉണ്ടായി, നിന്റെ മനസ്സിന് വിഷമം ഉണ്ടായി, നീ ആ ഗർവിച്ചാൽ കൊണ്ട് ദൈവസേനയിൽ ഇരിക്കുക. ഒരാഴ്ച ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഒരാഴ്ച സ്തോത്രം ചെയ്യുന്നില്ല, ഞാൻ ചർച്ചയിൽ പോകുന്നില്ല, സാന്നിധ്യം അനുഭവിക്കുന്നില്ല. കുഞ്ഞമ്മി, ഒന്നല്ല 400 ആഴ്ച നീ പള്ളി പോയില്ലേലും തമ്പുരാൻ ഒന്നുമില്ല. സംഭവിക്കുന്ന കാര്യം നിനക്ക് ആത്മ മരണം ഉണ്ടാകും. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് ഞാൻ കോൾച്ചസ്റ്ററിന്റെ ആത്മമണ്ഡലത്തിൽ നിങ്ങളെ വിശ്വസിച്ച് ഞാൻ ഈ ദൂത് തുറക്കുക. ആത്മമരണത്തിന് പിശാച് ടാർഗറ്റ് ചെയ്ത ചെലവിന് പരിശുദ്ധാത്മാവ് ആ ബോർഡറിൽ തിരിച്ചു പിടിക്കുകയാണ്. നിങ്ങളിത് നാമേ പറഞ്ഞേ പറ്റൂ. ഈ ദൂത് നിങ്ങൾ എടുക്കാൻ പറ്റൂ. ഞാനിത് പറയുമ്പോൾ സ്പിരിച്വൽ ഡെത്ത്, കോൾച്ചസ്റ്ററിന്റെ ആത്മമണ്ഡലത്തിൽ കിടക്കുന്ന സ്പിരിച്വൽ ഡെത്തിനെ പരിശുദ്ധാത്മാവ് പൊട്ടിക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ട്. പറഞ്ഞോട്ടെ, നിന്റെ അകത്ത് തീ കയറണം. നീ പറയണം, ഞാൻ ജീവനോടിരിക്കുന്ന കാലം എനിക്ക് ദൈവം വന്ന ടെറിട്ടറിക്കകത്ത് ഒരു സ്പിരിച്വൽ ഡെത്ത് ഞാൻ അനുവദിക്കില്ല. ഒരുത്തൻ ആത്മീയ മരണം ഞാൻ അനുവദിക്കില്ല. ഒരു ആമേൻ പറഞ്ഞാട്ടെ. എന്തിനാ ദൈവം നിന്നെ ബോർഡയിട്ട് തിരിച്ചു പിടിക്കുന്നത്? പ്രാർത്ഥന വേണ്ടെന്ന് പറഞ്ഞ്, ആരാധന വേണ്ടെന്ന് പറഞ്ഞ്, സാന്നിധ്യം വേണ്ടെന്ന് പറഞ്ഞ് നീ പോയിട്ടും എന്റെ തമ്പുരാൻ നിന്നെ വഴിയിലിട്ട് പിടിച്ചത്? വഴിയിലിട്ട് തമ്പുരാൻ നിന്നെ തിരിച്ചെന്തിനാ? നിന്റെ മൈൻഡ് എന്തിനാ മാറ്റിയത്? സാന്നിധ്യം ഒന്നും അനുഭവിച്ചില്ലേലും സംഭവം ബോറടിയാണേലും ചർച്ചിൽ പോയി ഇരിക്കാൻ നേരം നിനക്ക് എന്താ തോന്നിയത്? നിന്നെ മരിക്കാൻ അവൻ അനുവദിക്കില്ലെന്ന് ഇന്ന് ഞാൻ ഈ വേട് പറയുമ്പോൾ സ്പിരിച്വൽ ഡെത്തിന്റെ ഒരു പൈശാചിക മേഖല ഈ ആത്മമണ്ഡലത്തിൽ വെട്ടാക്കി വീഴുന്നു. കരമടിക്കാൻ ദൈവം കരമടിക്കണം. ആമേ പറയാൻ പറ്റുന്നവർ ഒന്ന് ആമേ പറഞ്ഞറിയേ. ഇതാണ് ആത്മയുദ്ധം. ഇതാണ് ആത്മയുദ്ധം. ഇന്ന് ഞാൻ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ആത്മയുദ്ധത്തിന്റെ ഏകൈക സത്യമാകട്ടെ. സ്തോത്രം പറഞ്ഞാണ്, നല്ല രാമേ പറഞ്ഞാണ്. പള്ളി പോകുന്നതിനകത്തൊരു സ്പിരിച്വൽ ഡെത്ത് ഉണ്ടാകാം. ഹലോ, പെന്തക്കോസ്തുകാരനും സ്പിരിച്വൽ ഡെത്ത് ഉണ്ടാകും. ആസന്മാർക്കും സ്പിരിച്വൽ ഡെത്ത് ഉണ്ടാവും. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നില്ല? ലക്ഷണം പറയാം. മനസ്സ് മടുക്കുന്നുണ്ടെങ്കിൽ, ഹൃദയ കാഠിന്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, നിനക്ക് തലയെ കുത്തി നിന്ന് നീ പ്രാർത്ഥിച്ചിട്ട് പോലും ഒരാളോട് പറഞ്ഞാൽ അയാൾ നിന്നെ ജഡ്ജി എന്നുള്ള ചിന്തയില് നീ ആരോടും പറഞ്ഞില്ലേലും കുഴപ്പമില്ല, ദുഷ്കാമ ശക്തിക്ക് നീ അടിമയാകുന്നുണ്ടെങ്കിൽ റെഡ്സിക്കല് തരിക. ദൈവാണ്ടാവ് റെഡ്സിക്കല് തരിക. സ്പിരിച്വൽ ഡെത്തിന് സാധ്യതയുണ്ട്. ഹലോ, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. കേട്ട ദൂതൊക്കെ എവിടെ പോയി? ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല. കർത്താവായിട്ട് ബന്ധം വരുന്നില്ല. നിന്റെ ചിലരോട് പറയാണ്, നിന്റെ ദൈവം ജീവനോടെ നിർത്തിയത് ഈ സ്പിരിറ്റിൽ ഇവിടെ പൊട്ടിക്കണം.
ഒരു മിനിറ്റ് അന്യഭാഷ പ്രാർത്ഥിച്ചു. ഒറ്റ മിനിറ്റ് അന്യഭാഷ പ്രാർത്ഥിച്ചു. ഞാനിത് ഈ വേർഡ് പറയുമ്പോ ദൈവം എന്നെ കാണിക്കുന്നു. പിശാച് എഴുതിയ ഒരു ലിസ്റ്റ് ദൈവം കീറിക്കളയാണ്. ആമേൻ പറയണം, നല്ലപോലെ പറയണം. വാ തുറന്നാമേൻ പറയണം. ഇതിനകത്ത് ധൈര്യശാലികളെ ദൈവത്തിന് ആവശ്യമുണ്ട്. ധൈര്യം അകത്തുണ്ടാകട്ടെ. വായ് തുറന്നാമേൻ. പിശാചിന്റെ ടാർഗറ്റ് അതാണ്. ഓനെ നിന്നെ വിസ അടിക്കാതെ നിന്നെ UK കയറ്റി വിടുന്നൊന്നുമല്ല പിശാചിന്റെ പദ്ധതി. എങ്ങനെയാലും എനിക്ക് നിന്റെ ജോലിയിൽ നിന്ന് എന്നെ ഇറക്കി വിടുവോ? ഇതൊന്നുമല്ല സാത്താന്റെ പദ്ധതി. നീ നല്ല ജോലി ചെയ്തോ, നീ അധ്വാനിച്ചോ, നീ 1 അല്ല 5 വീട് മേടിച്ചോ, നീ കാര്യങ്ങളൊക്കെ ചെയ്തോ, ഇവിടുത്തെ ഏറ്റവും വലിയ ഷെയർ ഹോൾഡേഴ്സ് നീ ആക്കി. ഇതൊന്നും സാത്താന് വിഷയമല്ല. സാത്താന് വേണ്ട നിന്റെ ആത്മീക മരണമാണ്. വിടുന്നില്ല നിന്റെ PR-നെതിരെ പോരാടുക. വിട് നിന്റെ സ്പിരിച്വൽ ഡെപ്ത്. കാരണം PR-നെതിരെ അല്ല അവന്റെ പോരാട്ടം. അത് തടയുമ്പോ നിന്റെ മനസ്സ് മടുക്കും. മനസ്സ് മടുത്താൽ നീ ദൈവത്തെ തള്ളിപ്പറയും. കേട്ട ദൂതവിടെ പോയി അവിടെ നിനക്ക് ഡെപ്ത് ഉണ്ടാകും. ഇന്ന് യേശുവിന്റെ നാമത്തിൽ സ്പിരിച്വൽ ഡെപ്തിന്റെ സോഴ്സിന് എന്റെ കൂടെ നിൽക്കാൻ ഒരു 5 പേരുണ്ടോ? എന്റെ കൂടെ നാട്ടിൽ തന്നെയാണ് 5 പേരുണ്ടോ? ഒന്ന് ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ. സമ്മതിക്കരുത് നിന്റെ ആത്മമനുഷ്യനെ ഒതുങ്ങാൻ. നിന്റെ അകത്ത് ഉറങ്ങി തൂങ്ങിയിരിക്കുന്ന നിന്റെ ആത്മമനുഷ്യനെ എഴുന്നേൽപ്പിക്കണം. നിന്റെ അകത്ത് ഉറങ്ങിപ്പോയ നിന്റെ ആത്മമനുഷ്യനെ എഴുന്നേൽപ്പിക്കണം. വിടരുത്. ആത്മാവിൽ ചലിപ്പിക്കണം. നീ ചലിപ്പിക്കണം. നിന്റെ അകത്തിരിക്കുന്ന ആത്മമനുഷ്യനെ ക്ഷീണിക്കാൻ അനുവദിക്കരുത്. എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കാനാകത്തിൽ. പ്രാർത്ഥിക്കാൻ പോവാ. അവനെ 2 പത്രോസിലേക്ക് വന്നേ. 2 പത്രോസ്. ഒരു തലേതിൽ തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു. ആ വാക്യം ഒന്ന് എല്ലാവരും ചേർന്ന് പറഞ്ഞ. ഒരുവൻ എല്ലാവരും വാ തുറന്ന് പറ. ഈ ലിപ് മൂവ്മെന്റ് നിന്ന് അഭിനയിക്കരുത് യേശുവിന്റെ നാമത്തിൽ. വാ തുറന്ന് പറ. ഒരുവൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു. സാത്താന്റെ ടാർഗറ്റ് ഇതാണ്. തോൽപ്പിക്കുക എന്നുള്ളതല്ല സാത്താന്റെ ടാർഗറ്റ്. അടിമപ്പെടുത്തുക. തോൽവി സംഭവിച്ചെന്ന് കരുതി തമ്പുരാൻ നിന്നെ നശിപ്പിക്കത്തില്ല. ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് ഏറ്റുപറയാൻ ഉപേക്ഷിക്കാനും മനസ്സുണ്ടേ ദൈവം നിന്നെ തിരിച്ചു പിടിക്കും. പക്ഷെ സാത്താന്റെ പദ്ധതി തോൽവിയല്ല. സാത്താന്റെ പദ്ധതി എന്താണ്? പറ. അടിമയാക്കുക. അത് തുറന്ന് പറ. അടിമയാക്കുക. എന്തിനാ സാത്താൻ നിന്നെ അടിമയാക്കുന്നേ? ആൻസർ ഇത്രയേ ഉള്ളൂ. അടിമത്വത്തിനകത്തു നിന്നാണ് പാരമ്പര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ എങ്ങനെ തോൽവി അടിമത്വമാകും? സിമ്പിൾ ആൻസർ. തോൽവിയെ ആവർത്തിപ്പിക്കുക. തോൽവികൾ ആവർത്തിപ്പിക്കുക. നീ തോറ്റുപോയ ഒരു ഏരിയയിൽ നിന്നെ നിരന്തരം സാത്താൻ തോൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിന്നെ ആ വിഷയത്തിൽ അടിമയാക്കാൻ അവൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ട് നീ അടിമയാകണം? നീ ഒരാൾ അടിമയായാൽ ഈ അടിമത്വം നിന്റെ അകത്തു നിന്ന് നിന്റെ രക്തത്തിൽ ജനിക്കുന്നവരുടെ അകത്തോട്ട് കയറാൻ തുടങ്ങും. കാരണം അടിമത്വം ട്രാൻസ്ഫർ ആകുന്നത് രക്തത്തിലൂടെയാണ്.
സ്വതന്ത്രം പറഞ്ഞാട്ടെ. നമ്മൾ പറയത്തില്ലേ അപ്പന്റെ അതേ ദേഷ്യം അവനും. സ്വതന്ത്രം പറഞ്ഞാട്ടെ. അതില്ല നിന്റെ തലമുറ വന്നപ്പോ ഇഞ്ചക്ഷൻ ചെയ്ത് കയറ്റിയതല്ലോ. ഇതെങ്ങനെ അകത്തോട്ട് കയറി? രക്തത്തിനകത്തൂടെ. 2, അടിമത്തം ട്രാൻസ്ഫർ ആകുന്ന രണ്ടാമത്തെ മേഖല. ഇത് ശുശ്രൂഷകന്മാർക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ലോക്ക് ട്രാൻസ്ഫർ ആകുന്ന രണ്ടാമത്തെ മേഖല ദൈവഹിതമല്ലാത്ത കൈവെപ്പുകളിലൂടെ. നിങ്ങൾ എന്നോട് വരുന്നുണ്ടോ? ദൈവഹിതമല്ലാത്ത കൈവെപ്പുകൾ നിന്നെ അടിമത്തം കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഞാൻ ആ ഏരിയ അവിടെ നിർത്തുക. പറയുന്നത് ഒത്തിരി പറയാനുണ്ട്, വിടുകയാണ്. ഇത്രയും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. 2 മേഖലയാണ് തോൽവികൾ ആവർത്തിപ്പിക്കുക. ഇതേ ടാർഗറ്റാണ് സാത്താൻ പത്രോസിൽ വർക്ക് ചെയ്യിപ്പിച്ചത്. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? പത്രോസ് അന്ന് രാത്രി പറയാണ് ഞാൻ അവരെ അറിയുന്നില്ല. ആ ഒറ്റ പറച്ചില്ല പത്രോസ് എന്തോ ചെയ്തു? തോറ്റു. തോറ്റ പത്രോസിനെ എന്തുകൊണ്ട് അതേ ചോദ്യം 3 വട്ടം പറയിപ്പിച്ചു? ഒരു കാര്യം തന്നെ സാത്താൻ 3 വട്ടം ആവർത്തിപ്പിച്ചതിന്റെ രഹസ്യം പത്രോസ് തോറ്റ പോരാ, പത്രോസ് അടിമയാകണം. ഇവിടെ ഉണ്ടോ? എന്തുകൊണ്ട് പത്രോസ് അടിമയാകണം? പത്രോസ് അടിമയായാൽ നാളെ അവനിലൂടെ പുറത്തു വരുന്ന 120 എണ്ണം, 3000 എണ്ണം, 5000 എണ്ണം ഈ അടിമത്വത്തിനകത്താണ് വീഴുന്നത്. Oh my God. നിങ്ങൾ എന്നോട് വരുന്നുണ്ടോ? ഞാൻ ആ ദൂതിൽ ഇങ്ങനെയാണ് എടുക്കുന്നത്. പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സാത്താന്യ അടിമത്വത്തിന്റെ ടാർഗറ്റ് അവൻ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തപ്പോ ബൈബിൾ പഠിപ്പിക്കുന്നു 3-ാം വട്ടം പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. അടുത്ത വാക്ക് ഉടനെ യേശു അവനെ. 3-ാമത് പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞപ്പോൾ ഉടനെ യേശു അവനെ നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം എന്തായിരിക്കും? പറ. ആ നോട്ടത്തിന് അർത്ഥം എന്തായിരിക്കും? യേശു മനസ്സിൽ പറയല്ലേ, എടാ പത്രോസെ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. നീ എന്നെ കറക്റ്റ് ആയിട്ട് ഒറ്റി. സത്യം അതാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, ആ നോട്ടത്തിന്റെ അർത്ഥം അതല്ല. ഹലോ, 3-ാം വട്ടം എന്നെ തള്ളി പറഞ്ഞപ്പോ ആ നോട്ടത്തിന്റെ അർത്ഥം എന്നാലും നീ എന്നെ ഒറ്റിയല്ലടാ എന്നല്ല. ഈ നോട്ടത്തിന്റെ അർത്ഥം പിശാചേ നിന്റെ ടാർഗറ്റ് ഞാൻ പൊട്ടിച്ചു. കാര്യം എന്താണ്? നീ 3-ാമതും അവനെ തള്ളി അടിമയാക്കി അവനെ തോൽപ്പിക്കുമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് എന്റെ രക്തം ഞാൻ അവനിലാക്കിയത്. ഓ മൈ ഗോഡ്, നിങ്ങളുടെ ഉള്ളിൽ ദൂത് കയറട്ടെ. എന്റെ രക്തം ഞാൻ അവനിലാക്കിയത് അതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടോ എനിക്കറിയത്തില്ല. ക്രൂശിക്കപ്പെട്ടതിന് ശേഷം നടത്തേണ്ട എന്റെ ഓർമ്മ ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ നടത്തിയത്, അവന്റെ അകത്ത് എന്റെ രക്തമാക്കിയത്. ഇവൻ ശാപത്തിന്റെ തോൽവിയുടെ രക്തത്തിൽ വീഴാനുള്ളവനല്ല. എന്റെ രക്തം അവന്റെ അകത്തുണ്ടെങ്കിൽ നാളെ തിബരിയാസിൽ ഞാൻ അവനെ എഴുന്നേൽപ്പിക്കാം. ഇന്ന് ദൈവാത്മാവ് ആരോട് ദൂത് പറയുന്നു? ഏതൊക്കെയോ തോൽവികൾ പൊക്കിപ്പിടിച്ച് നിന്റെ ചരിത്രം തീർന്നെന്ന് പറയുന്ന സാത്താന്യ വ്യാപാരങ്ങളുടെ മുമ്പിൽ സ്വർഗ്ഗം നിന്നെ തിരിച്ചു പിടിക്കുകയാണ്. വെളിപ്പാടകത്ത് കയറുന്നവരെ രാമേ പറഞ്ഞാട്ട്. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അടുത്തൊരു ഇസ്കരിയോത്ത യൂദയാകേണ്ടുന്നവനാണ് പത്രോസ്. തള്ളിപ്പറഞ്ഞ കുറ്റത്തിനകത്ത് കുറ്റബോധത്തിൽ മരണപ്പെടാൻ സാധ്യതയുള്ളവനോട് ദൈവത്തിന്റെ മറുപടി, നിന്നെ ഞാൻ എറിഞ്ഞു കൊടുക്കുകയല്ല. ഇതിനകത്ത് ശുശ്രൂഷയിൽ ഇല്ലെന്നും ഞാൻ പുറത്തു വരികയല്ലെന്നും ചെയ്തു പോയ ഏതോ വിഷയങ്ങൾ നിന്റെ അകത്തിരുന്നുകൊണ്ട് പിശാച് വീണ്ടും വീണ്ടും കുത്തി നിന്റെ അഭിഷേകത്തിനെതിരെ നിന്നെ അവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ പരിശുദ്ധാത്മാവ് ഈ വചനം കൊണ്ട് പറയാണ്, അവന്റെ രക്തത്താൽ നിന്റെ അടിമത്തം പൊട്ടാൻ പോകുന്നു. നിന്റെ അടിമത്തം പൊട്ടാൻ പോകുന്നു. വിശ്വസിക്കുന്ന ആരാലും ഉണ്ടെങ്കിൽ അടുത്തൊരു 5 മിനിറ്റ് അന്യഭാഷ പറയാൻ പറ്റുന്ന പറഞ്ഞോ. എല്ലാ കണ്ണുകളും അടയട്ടെ. ഒന്ന് ആത്മീയ ഭാഷ പറഞ്ഞ് കരമടിച്ച് ഒന്ന് ആരാധിക്കാൻ പറ്റുന്നവൻ